നമസ്കാരം, JB ജംഗ്ഷനിലേക്ക് സ്വാഗതം. ക്യാൻസർ ചികിത്സാരംഗത്തെ മാന്ത്രിക സ്പർശം, ആതുര സേവനത്തിന് മാനവികതയുടെ അനന്തമായ പ്രതലം സമ്മാനിച്ച നമ്മുടെ പ്രിയങ്കരനായ ഡോക്ടർ VP ഗംഗാധരനെ JB ജംഗ്ഷനിലേക്ക് സ്വാഗതം ചെയ്യാം. ഒരു സുഹൃത്തും കൂടി വരട്ടെ, ഡോക്ടർ സുബ്രഹ്മണ്യത്തിൻ്റെ കൂടെ വരട്ടെ ഒരാൾ കൂടെ. സുഹൃത്ത് ബന്ധങ്ങൾക്ക് താങ്കൾ വലിയ വില കൽപ്പിച്ചിരുന്നല്ലോ. അത് ഇപ്പോഴും ഞങ്ങൾ ഓർക്കുന്നുണ്ട്. ഞങ്ങളുടെ എല്ലാ കൂട്ടായ്മകളിലും താങ്കൾ സ്ഥിരം എപ്പോഴും സമയം കണ്ടെത്തിയിരുന്നു. ഈ സുഹൃത്ത് ബന്ധം നിലനിർത്താനായിട്ട് ഈ തിരക്കിനിടയിലും ഈ പ്രശസ്തിയിലും എങ്ങനെ സാധിക്കുന്നു? റോണി ഏത് പ്രൊഫഷണൽ സ്വീകരിച്ചേക്കുന്നത്? റോണി സ്വന്തം ഇതാണ്, ബിസിനസ്സാണ്. എങ്ങനെ സാധിക്കുന്നതെന്ന് വെച്ചാൽ എൻ്റെ ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറയുന്നത് എൻ്റെ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ പേഷ്യൻസ് ഓഫ് കോഴ്സ് ആ സ്ഥലത്തുണ്ട്. ഇല്ല, എനിക്ക് എന്ത് പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാലും എനിക്കൊരു ഔട്ട്ലെറ്റ് ഉള്ളതിൽ ഒരു ഔട്ട്ലെറ്റ് എൻ്റെ ഫ്രണ്ട്സാണ്. അത് മാരായസ് മാത്രമല്ല, എൻ്റെ കൂടെ സ്കൂളിൽ പഠിച്ചവരോട്ടുണ്ട്. ഈവൻ നാവും സ്കൂളിൽ പഠിച്ചവരോട്ട് എനിക്കറിയാം, ഇപ്പോഴും അതൊരു വലിയ ഗ്രൂപ്പാണ്. ആ വലിയ ഗ്രൂപ്പിൻ്റെ മെച്ചം എന്ന് പറഞ്ഞാൽ, വലിയ ഗ്രൂപ്പിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാവരും ആ ക്യാമ്പസിൽ ജീവിച്ചിരുന്ന ആൾക്കാരാണ്. റോണിയൊക്കെ ഞങ്ങളൊക്കെ ആ ക്യാമ്പസ് അപ്പോൾ അവരുടെയൊക്കെ മനസ്ഥിതി എന്ന് പറഞ്ഞ വ്യത്യാസമുണ്ട്. റോണിയുടെ കൂടെയല്ലേ താങ്കൾ സ്ഥിരമായിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ സ്ഥലത്ത് പോയിക്കൊണ്ടിരുന്നത്? നമ്മൾ റോണി വലിയൊരു കമ്പനിയുണ്ട്. ഈ പറഞ്ഞ വിശ്വംഭരനൊക്കെ 75 വയസ്സൊക്കെ തന്നെ മുമ്പിൽ കണ്ട ആളെ തന്നെയാണ്. വിശ്വംഭരനെ ഇപ്പോൾ കളക്ടറാണ്. വിശ്വംഭരൻ അന്ന് വിശ്വംഭരനൊക്കെ ഒരു 10 അത് പോകാനുള്ള വേറെ കാര്യം കൂടിയുണ്ട്, എൻ്റെ മറുവശം കൂടിയുണ്ട്. ഞാനോട് ചോദിച്ചില്ലേ, മാരാസിനെ തിരിച്ച് ക്രൈസ്റ്റിൽ പോയി ചോദിച്ചെന്ന് പറയാൻ കാര്യം എന്താ വെച്ചാൽ, ഞാൻ ഹോസ്റ്റലിലായിരുന്നു, നമ്മുടെ ആ ഗ്രൗണ്ടിൻ്റെ മുമ്പിലത്തെ ഹോസ്റ്റലായിരുന്നു. അപ്പോൾ ഹോസ്റ്റലിന് ചില പ്രത്യേകതകളുണ്ട്. പ്രത്യേകത എന്ന് പറഞ്ഞാൽ, അപ്പോൾ ഞാൻ ക്രൈസ്റ്റിൽ പഠിച്ച് ഇവിടെ വന്ന് രാത്രി 9-10 മണിയാകുമ്പോൾ ആദ്യത്തെ ദിവസം ഉറങ്ങാൻ കിടന്നു കഴിഞ്ഞാൽ ഉറങ്ങാൻ സാധിക്കില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ ഓരോ തിയേറ്ററിലും സെക്കൻഡ് ഷോ കഴിഞ്ഞ് വരുന്നവർ അവർ വരുമ്പം ആഘോഷിച്ചാണ് വരുന്നത്, പാട്ടൊക്കെ പാടി തകർത്ത് കയറിയാണ് വരുന്നത്. നമ്മൾ ഉണരും. അപ്പോൾ ഈ എല്ലാ തിയേറ്ററിലും സിനിമ കഴിയാതെ മാരായസ് ഹോസ്റ്റലിൽ ആരും ഉറങ്ങാൻ വിചാരിക്കണ്ട. അപ്പോൾ അതിലും ഭേദം തിയേറ്ററിൽ പോയിരിക്കല്ലേ. അപ്പോൾ ആദ്യം താങ്കൾക്ക് ബുദ്ധിമുട്ടായി, അതിൻ്റെ അപ്പോൾ നമുക്ക് അതിലും എളുപ്പം തിയേറ്ററിൽ പോയിരുന്ന അവരുടെ കൂടെ വന്ന് കിടന്ന് ഉറങ്ങിയാൽ മതിയല്ലേ. അങ്ങനെ തുടങ്ങുന്നത്. പക്ഷേ അത് ഒരു ഗ്രൂപ്പാണ്. പക്ഷേ അതിൻ്റെ ഒരു മറുവശം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഓരോ സിനിമ കഴിഞ്ഞ് വരിക സിനിമ മാത്രമല്ല, പല കാര്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്യും. ജീവിതം പഠിക്കുക, പല കാര്യങ്ങളും ഡിസ്കസ് ചെയ്യും. പുസ്തകങ്ങൾ വായിക്കുന്നതിൻ്റെ പുസ്തകം അതിൻ്റെ ഓരോ ക്യാരക്ടേഴ്സ് നമ്മൾ ഡിസ്കസ് ചെയ്യും. അപ്പോൾ സിനിമ കാണാൻ പോയി നമ്മൾ ആ സിനിമ കണ്ടു എന്നുള്ളതല്ല, ആ സിനിമയിൽ ഡീപ്പായിട്ട് നമ്മൾ പോകും. ഡീപ്പായിട്ട് പോയി അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യും. അതൊക്കെ രസമായിരുന്നു. ഡോക്ടർ ഗംഗാധരൻ്റെ ജീവിതത്തിലുണ്ടായിട്ടുള്ള വലിയൊരു മാറ്റം, ഒരുപക്ഷെ ഡോക്ടർ ഗംഗാധരനെ കേരള സമൂഹം ആദ്യമായി ശ്രദ്ധിച്ചത്, ആ സംഭവം വേണമെങ്കിൽ താങ്കളുടെ മനസ്സിൽ ഇപ്പോഴും കിടപ്പുണ്ടാകും. അതെന്താണെന്നുള്ളത് ഈ ഒരു ബൈറ്റിൽ നിന്ന് താങ്കൾക്ക് വ്യക്തമാകും. കേരളത്തിലും വിദേശത്തുമൊക്കെ വലിയ വിവാദങ്ങളുണ്ടാക്കിയ ഒരു വാർത്ത, തിരുവനന്തപുരം റീജിയണൽ ക്യാൻസർ സെൻ്ററിലെ വിവാദമായ രാസവസ്തു പരീക്ഷണം. ആ വാർത്ത ആദ്യമായി പുറം ലോകത്തെ അറിയിച്ചത് ഞാനാണ്. ഡോക്ടർ ഗംഗാധരൻ അന്ന് തിരുവനന്തപുരം റീജിയണൽ ക്യാൻസർ സെൻ്ററിലെ ഓങ്കോളജി വിഭാഗത്തിൽ ജോലി ചെയ്യുന്നു. റീജിയണൽ ക്യാൻസർ സെൻ്ററിൽ വന്ന നിരാലംബരായ 36 ക്യാൻസർ രോഗികളുടെ നാക്കിൽ മരുന്ന് എന്ന് പോലും തെളിയിക്കപ്പെട്ടില്ലാത്ത ചില രാസവസ്തുക്കൾ കുത്തിവെച്ചു എന്നുള്ളതായിരുന്നു ആ വാർത്ത. അദ്ദേഹത്തിനെതിരെ വന്ന ഒരു ആരോപണം RCCയെ തകർക്കാൻ വേണ്ടി അദ്ദേഹം ബാഹ്യശക്തികളോടൊപ്പം കൂട്ടുനിൽക്കുന്നു എന്നുള്ളതാണ്. പക്ഷേ അത്തരം പരീക്ഷണങ്ങളെയൊക്കെ ധീരമായി നേരിട്ടുകൊണ്ട് RCCയിൽ നടന്ന അധാർമികമായ ചില പരീക്ഷണങ്ങൾക്കെതിരെ പ്രതികരിച്ച മനുഷ്യസ്നേഹിയായ ഡോക്ടറെയാണ് അന്ന് മനുഷ്യാവകാശ കമ്മീഷൻ്റെ മുൻപിൽ വെച്ച് പുറം ലോകം കണ്ടത്. അന്നത്തെ ആ ചലനങ്ങൾ, ആ കോളിളക്കങ്ങൾ, ആ വിവാദങ്ങൾ തുടർന്ന് RCCയിൽ നിന്ന് ഡോക്ടർ പടിയിറങ്ങിപ്പോയത്, RCCയിൽ നേരിടേണ്ടി വന്ന പീഡനങ്ങൾ, ഒരുപാട് കാര്യങ്ങളുണ്ട് എൻ്റെ മനസ്സിലിപ്പോൾ ഇങ്ങനെ അലയടിച്ച് വരുന്നത്. ആ മുഖത്തിലേക്ക് വീണ്ടും എന്നെ കൂട്ടിക്കൊണ്ടുപോകുന്നു. അതാണ് ഡോക്ടർ ഗംഗാധരൻ. ഓർമ്മയുണ്ടോ ഡോക്ടർ ആ പഴയ കാലം? ഓർമ്മയൊക്കെ ഉണ്ട്, ഓർമ്മയില്ലാക്കൊന്നുമില്ല. അതിൽ ഞാൻ ഇൻവോൾവ് ചെയ്യാവുന്ന കാരണം എന്ന് പറഞ്ഞാൽ, എനിക്ക് എൻ്റെ ഒരു രോഗി ഉണ്ടായിരുന്നു എൻ്റെ അടുത്ത്. അപ്പോൾ ആ രോഗി എന്നോട് ചോദിച്ചൊരു ചോദ്യത്തിന് എനിക്ക് ഇന്നും ഉത്തരവില്ല. തമിഴ്നാട്ടിൽ വന്നു. അദ്ദേഹത്തിൻ്റെ നാട്ടിലും ഇതുപോലെ ഇത് കുത്തിവെക്കുകയത്. അപ്പോൾ അദ്ദേഹത്തിനോട് ഞാൻ ചോദിച്ചു, എന്തിനാണ് സമ്മതിച്ചതെന്ന് ചോദിച്ചു. കുത്തിവെക്കാൻ സമ്മതിച്ചത് എന്തിനാണെന്ന് ചോദിച്ചു. അദ്ദേഹം വിദ്യാഭ്യാസമുള്ള വ്യക്തിയൊന്നുമില്ല. അദ്ദേഹം ഈ ചാക്ക് തുന്നുന്നൊരു വ്യക്തിയാണ്, വേറെ ജോലിയൊന്നും. ചാക്ക് തുന്നിക്കൊടുക്കുന്ന ആളാണ് ഗോപാലൻ. അപ്പോൾ അദ്ദേഹം എന്നോട് ചോദിച്ചത് എന്താണെന്ന് വെച്ചാൽ, ഡോക്ടറെ വിശ്വസിച്ച് തിരുപ്പൂരിൽ നിന്ന് ഞാനിവിടെ വന്നിട്ട് ചികിത്സിക്കുമ്പം
ഡോക്ടർ അറിയാത്തൊരു മരുന്നാണ് എന്നിൽ കുത്തിവെക്കുന്നത് ഞാൻ എങ്ങനെ മനസ്സിലാക്കുമെന്ന് ചോദിച്ചു. ഇത് ബിട്ടാസിന് അതിന് ഉത്തരം ഉണ്ടാവില്ല. അത് ഇറ്റ് വാസ് എൻ ഐ ഓപ്പണർ. രോഗിയുടെ മുഖം താങ്കളുടെ മനസ്സിലുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. അദ്ദേഹം മരിച്ചുപോയി. താങ്കൾ മറക്കാൻ പറ്റുന്നില്ല? ഒരിക്കലുമില്ല. അത് ശരിക്കും ആ ചോദ്യം വളരെ പ്രസക്തമാണ്. താങ്കളുടെ കണ്ണ് അന്നും നനഞ്ഞിരുന്നു? തീർച്ചയായിട്ടും. ഇതുപോലെ തന്നെ? തീർച്ചയായിട്ടും. ഗോപാലൻ ഇപ്പോഴും എൻ്റെ മുമ്പിലുണ്ട്. വ്യക്തമായ ഒരു ചിത്രം ഗോപാലൻ എൻ്റെ മുമ്പിലുണ്ട്. അതാണ് ഒരു പക്ഷേ അതിനെ പ്രേരിപ്പിക്കാൻ കാരണം. പക്ഷെ അത് എനിക്ക് ഇന്ന് ഗോപാലിൻ്റെ ചോദ്യത്തിൽ താങ്കൾ മൗനിയായി? ഒന്നും പറയാൻ സാധിക്കില്ല. ഒന്നും പൊളഞ്ഞു? ഒന്നും പറയാൻ സാധിക്കില്ല. അപ്പോൾ അദ്ദേഹം പറയുകയും ചെയ്തു. അദ്ദേഹം പറഞ്ഞു, ഡോക്ടർ അത് അതിൻ്റെ കൊണ്ട് അപ്പോൾ ഞാൻ എന്തായിരുന്നു പ്രശ്നം കുത്തിയപ്പോൾ അദ്ദേഹം പറഞ്ഞ വാക്കുകൾ തന്നെയാണ്, തമിഴിലാണ് പറഞ്ഞെങ്കിലും, കണ്ണീന്ന് പൊന്നീച്ച പറഞ്ഞെന്ന് പറഞ്ഞു. അത്ര പെയിൻഫുൾ ആയിരുന്നു പറഞ്ഞു ആ ഇഞ്ചക്ഷൻ. തമിഴ് പറയുന്നതാണ്. അവിടെയാണ് തോന്നുന്നത്. പക്ഷേ ഞാൻ പറഞ്ഞു, ഇന്നും ഞാൻ പറയാറുണ്ട്, ഞാനൊരിക്കലും ഇപ്പോഴും ഞാൻ പറയും, നമുക്ക് മരുന്ന് പരീക്ഷണങ്ങൾക്ക് എതിരായിട്ട് അല്ല. മരുന്ന് പരീക്ഷണങ്ങൾ തീർച്ചയായും വേണം. ഇപ്പോഴത്തെ നയത്തിൽ ഞാൻ പറയും മരുന്ന് പരീക്ഷണം വേണം. മരുന്ന് പരീക്ഷണം ഇല്ലെങ്കിൽ നമ്മുടെ ഒരു മരുന്ന് ഇവിടെ ഇറങ്ങാൻ പോകുന്നില്ല. പക്ഷേ ദർ ഷുഡ് ബി എ ഫിക്സഡ് പ്ലാൻ. ആ മരുന്ന് പരീക്ഷണം നടക്കണമെങ്കിൽ അതിന് വ്യക്തമായ മാർഗരേഖകളോട് തന്നെ ചെയ്യാൻ സാധിക്കണം. അത് എൻഫോഴ്സ് ചെയ്യാൻ സാധിക്കണം. അതല്ലെങ്കിൽ മനുഷ്യനെ ഗിനിപ്പിക്കാറും. പക്ഷെ അത് എൻഫോഴ്സ് ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ ആവശ്യമുള്ള സാധനം തന്നെയാണ്. ഇറ്റ് ഹാസ് ടു ബി ഡൺ. അതിൽ കൂടെ മാത്രമേ നമുക്ക് മുന്നേറാൻ സാധിക്കുകയുള്ളൂ. ഞങ്ങളിപ്പോൾ ചെയ്യുമ്പോൾ നമ്മൾ പറയും അവിടെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഡിസിഷൻ എന്ന് പറഞ്ഞാൽ ഇവരൊക്കെയാണ്. ആ ഒരു മരുന്ന് നമ്മൾ പരീക്ഷണാർത്ഥം ഉപയോഗിക്കുകയാണെങ്കിൽ ആ മരുന്ന് കൊണ്ട് രോഗിക്ക് പ്രശ്നമൊന്നും ഉണ്ടാകില്ല എന്ന് 100% ഡോക്ടർക്ക് ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ ആ മരുന്ന് പരീക്ഷിക്കൂ. താങ്കളും RCCയും തമ്മിലുള്ള സമവാക്യത്തെ മാറ്റിമറിക്കുന്നത് ആ ഒരു സംഭവം, ഒറ്റ സംഭവമേ ഉള്ളൂ, വേറൊന്നുമില്ല. അല്ല, അതാണ് ഒരു മെയിൻ പുറംലോകം അറിയുന്ന സംഭവമാണ്. പക്ഷേ ഒരു സെക്കൻഡ് വരട്ടെ. ഒരു ഡോക്ടർ താങ്കളോടൊന്ന് ചോദിക്കാതിരിക്കുന്നു. താങ്കൾ അതിപ്രഗത്ഭനായ ഒരു ഓങ്കോളജിസ്റ്റാണ്. പക്ഷേ താങ്കൾ എന്തുകൊണ്ടാണ് RCC വിട്ടിട്ട്, പൊതുമേഖലാ സ്ഥാപനമായിട്ടുള്ള RCC വിട്ട് സ്വകാര്യ ആശുപത്രിയിലേക്ക് പോയത്? പ്രത്യേകിച്ച് RCCയിൽ സാധാരണ എല്ലാത്തരം ജനങ്ങൾക്കും ചികിത്സ നൽകാൻ കഴിയുന്ന ഒരു സ്ഥാപനം. സ്വകാര്യ ആശുപത്രിയിൽ സ്വാഭാവികമായും അവരുടെ പേഴ്സിൻ്റെ കനത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ചികിത്സ ലഭിക്കുന്നത്. അപ്പോൾ താങ്കൾ കേരളത്തിൽ RCC വിട്ട് സ്വകാര്യ ആശുപത്രിയിലേക്ക് പോയത് യഥാർത്ഥത്തിൽ കേരളത്തിലെ ജനങ്ങൾക്ക് എല്ലാവർക്കും വലിയൊരു നഷ്ടമാണ്. എന്തുകൊണ്ടാണ് താങ്കൾ അങ്ങനെ ചെയ്തത്? ഡോക്ടറുടെ അഭിപ്രായം തെറ്റാണ്. പ്രൈവറ്റ് ഹോസ്പിറ്റലിലും നമുക്ക് അതുപോലെ തന്നെ ചെയ്തു കൊടുക്കാൻ സാധിക്കും. അവിടെയും ഡോക്ടറുടെ മെൻറ്റാലിറ്റി, ഇച്ഛാശക്തി ഇമ്പോർട്ടൻ്റ് മെൻറ്റാലിറ്റിയാണ്. ഇപ്പോഴും ഞാൻ പറയാം, നമുക്ക് വരുന്ന പേഷ്യൻസിലെ നമുക്ക് RCCയിൽ സപ്പോർട്ട് ചെയ്യുന്ന പോലെ തന്നെ എനിക്കിവിടെ സപ്പോർട്ട് ചെയ്യാൻ സാധിക്കും. നമുക്ക് സപ്പോർട്ട് ചെയ്യാനുള്ള സിസ്റ്റം ഇവിടെ ഉണ്ട്. നമുക്ക് ഞാൻ അതിൻ്റെ മറുവശം പറയുകയാണെങ്കിൽ, ഞാൻ പൈസയ്ക്ക് വേണ്ടി മാത്രം ജീവിക്കുന്ന ഒരു വ്യക്തിയാണെന്ന് അറിയുകയാണെന്നുണ്ടെങ്കിൽ ആ സ്ഥാപനം നടത്തുന്ന പ്രൈവറ്റ് ഗ്രൂപ്പ്സ് ഏതാണെങ്കിലും അവരതിൻ്റെ 2 ഇരട്ടി ലാഭം ഉണ്ടാക്കാൻ നോക്കും, എന്നിലൂടെ ലാഭം ഉണ്ടാക്കാൻ നോക്കും. നേരെ പറഞ്ഞ് ഞാൻ അതിന് അങ്ങനെ മെനക്കെടുന്ന വ്യക്തിയെല്ലാം തോന്നിക്കഴിഞ്ഞാൽ എൻ്റെ മുകളിലുള്ള പ്രഷർ കുറയും. ഒരുപക്ഷെ താങ്കളാണ് ആ സ്ഥാനത്തിരിക്കുന്നതുകൊണ്ടായിരിക്കാം വേണമെങ്കിൽ ആ പ്രൈവറ്റ് മാനേജ്മെൻറ്റ് സമ്മതിക്കുന്നത്. ആയിരിക്കാം. പക്ഷെ അതുകൊണ്ട് ഞാൻ ഇന്ന് പറയുന്നത്, എനിക്ക് അന്ന് അവിടെ നിന്ന് ഇറങ്ങിപ്പോയതുകൊണ്ട് ഞാനിവിടെ അതുപോലത്തെ രോഗികളെ ശുശ്രൂഷിക്കുന്നില്ലെന്ന് ചോദിച്ചാൽ അതിനേക്കാൾ കൂടുതൽ പ്രശ്നങ്ങളും സാമ്പത്തിക ബാധ്യതയും പരാജയങ്ങളും ഉള്ള രോഗികൾ ഇപ്പം ഞാൻ ചികിത്സിക്കുന്നുണ്ട്. ഡോക്ടർ, ഇപ്പോൾ RCC എന്നുള്ള സ്ഥാപനത്തിലേക്ക് ഇപ്പം നമ്മൾ പോയി കഴിഞ്ഞാൽ രോഗികളുടെ ബാഹുല്യം കാരണം അതൊരു ഒരു പൊതുയോഗത്തിൻ്റെ സ്വഭാവമാണ്. യഥാർത്ഥത്തിൽ ക്യാൻസറിൻ്റെ ഒരു ഏറ്റവും വലിയ ഭീകരമുഖം എന്ന് പറയുന്നത് ഈ രോഗികൾക്ക് മതിയായ അല്ലെങ്കിൽ തൃപ്തികരമായിട്ടുള്ളൊരു സേവനം അനുഷ്ഠിക്കാൻ കഴിയുന്ന സൗകര്യമില്ല, ഇൻഫ്രാസ്ട്രക്ചർ ഇല്ല, ആശുപത്രികളില്ല, ഡോക്ടറില്ല. അവിടെ 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന്, 4:30 മണിക്ക് പഞ്ച് ചെയ്ത് പുറത്തിറങ്ങുന്ന ഒരു RCC അല്ല വേണ്ടത്. 4:30 മണിക്ക് പഞ്ച് ചെയ്ത് പുറത്തിറങ്ങുന്ന ഡോക്ടർമാർ മാത്രമുള്ള ഒരു ആശുപത്രി അല്ല ശരിക്കും വേണ്ടത്. അത് ഡോക്ടർമാരുടെ കുഴപ്പമല്ല, സിസ്റ്റത്തിൻ്റെ കുഴപ്പമാണ്.
സിസ്റ്റം എന്ന് പറഞ്ഞാൽ എല്ലാവരും കൂടെ ഉണ്ടാക്കുന്ന സിസ്റ്റമാണ്. പക്ഷേ അപ്പോൾ ഡോക്ടർ അല്ല എന്നാലും നമ്മൾ താങ്കൾക്ക് സിസ്റ്റം ബാധകമായിരുന്നില്ലെങ്കിൽ ഡോക്ടർ ഇപ്പോഴും താങ്കൾക്ക് ബാധകമായിരുന്നില്ലെങ്കിൽ മറ്റു ഡോക്ടർമാർക്ക് ബാധകമാകണം എങ്ങനെയാണ് ശടിക്കുന്നത്? അല്ല അതല്ല അവിടെ ആ കൺസെപ്റ്റിലെ വ്യത്യാസമാണ്. ഞാൻ പറഞ്ഞത് നമ്മളെ ഇവിടെ നിന്ന് ഞാൻ രാത്രി 9 മണിക്കും 10 മണിക്കും ഇറങ്ങി പോവുകയാണെങ്കിൽ അത് എൻ്റെ ശമ്പളം കൊണ്ട് മാത്രമല്ല നമ്മുടെ കൂടെ ഇരിക്കുന്ന ബാക്കി എല്ലാ ഡോക്ടർമാരും എല്ലാ ഡോക്ടറും ഞാൻ പറയില്ല, പലരും അതിന് തയ്യാറായിട്ട് വരുന്നവരാണ്. പക്ഷേ അതേപോലെ തന്നെ നമുക്ക് അവിടെയും സാധിക്കണം. അവിടെയും നമുക്ക് ഞാൻ പറയുന്നത് ഞാൻ അതിൽ ആദ്യമായിട്ട് എന്ന് എതിർത്തൊരു കാര്യം ഞാൻ പറഞ്ഞ RCCയിൽ ഡോക്ടേഴ്സിന് പഞ്ചിങ് പാടില്ല. പഞ്ചിങ് ഡോക്ടറുമായിട്ട് ബന്ധപ്പെട്ട കാര്യമല്ല. ഒരു ഡോക്ടറെ പഞ്ച് ചെയ്ത് അകത്ത് കയറ്റി കഴിഞ്ഞാൽ ഡോക്ടർ 4 മണി വരെ എന്ത് വേണേൽ ചെയ്യാം. ഡോക്ടർ അഥവാ ഒരുപക്ഷെ പഞ്ചിങ് ഇല്ല എങ്കിൽ ഇപ്പോഴത്തെ ഒരു പ്രവണത പ്രകാരം ആ ഡോക്ടർ ആ നിശ്ചയിക്കപ്പെട്ട സമയം പോലും അവിടെ ഉണ്ടാകില്ല എന്ന് വന്നാലോ? മറുവശം ഞാൻ പറയട്ടെ. മറുവശം പറഞ്ഞാൽ രാവിലെ വന്ന് പഞ്ച് ചെയ്തൊരു ഡോക്ടറെ വൈകുന്നേരം 4 മണി വരെ ഏതിലേ പോയാലും ആരും അറിയില്ല. അതിനുശേഷം തിരിച്ച് പഞ്ച് ഔട്ട് ചെയ്യാൻ വേണ്ടി വന്നാൽ മതി. രാവിലെ പച്ചക്കറി വാങ്ങിക്കാൻ പോവുകയാണെങ്കിൽ പഞ്ച് ചെയ്യാം, വൈകുന്നേരം പച്ചക്കറി മേടിക്കാൻ പോകാനായിരിക്കില്ല വീട്ടിൽ. അല്ല രാവിലെ മോർണിംഗ് വാക്കിന് വരുന്നത്. മറ്റു ഡോക്ടർമാരെ പണക്കരുന്നൊരു വ്രതമുണ്ടോ ഡോക്ടർക്ക്? അങ്ങനെയില്ല. ഇല്ല. പക്ഷേ അസുഖകരമായ സത്യങ്ങൾ വളരെ സൗമ്യമായിട്ടേ പറയുള്ളൂ. സൗമ്യമായിട്ടെന്നുള്ളതല്ല, അസുഖകരമായ സത്യമാണേ പറയണം. ഞാൻ തിരിച്ച് പറയാൻ കാര്യം എന്താ വെച്ചാൽ ഞാൻ RCCയിൽ അത് ഒരു ഭാഗത്തിൻ്റെ തെറ്റിദ്ധാരണ ഞാൻ പറയാൻ കാര്യം എന്താ വെച്ചാൽ സർക്കാർ ഡോക്ടർമാരുടെ ഒരു വിചാരം പ്രൈവറ്റ് ഹോസ്പിറ്റൽ മുഴുവൻ എല്ലാ പ്രൈവറ്റ് ഹോസ്പിറ്റലിലെ ഡോക്ടർമാരും കച്ചവടക്കാർക്ക് മാത്രമാണെന്നുള്ളതാണ്. അത് തെറ്റാണ്. അതിൽ അപവാദങ്ങളുണ്ട്. തെറ്റാണ്. കാരണം എന്താ വെച്ചാൽ പ്രൈവറ്റ് സെക്ടറിലും ഞാൻ തുടങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞു എന്നെക്കാൾ വലിയ ആൾക്കാരും ഒക്കെ ഇവിടെ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ. പ്രൈവറ്റ് സെക്ടറിലും ഇതുപോലെ തന്നെ മെനക്കെട്ട് പൈസയ്ക്ക് വേണ്ടി മാത്രം അല്ലാതെ ജോലി ചെയ്യുന്ന ധാരാളം ഡോക്ടർമാരുണ്ട്, ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. തിരിച്ച് ഗവൺമെൻറ് സെക്ടറിലാണെങ്കിലും പൈസയ്ക്ക് വേണ്ടി മാത്രം ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ട്. അത് അറിയാമല്ലോ എല്ലാവർക്കും. അപ്പോൾ ഒരിക്കലും അങ്ങനത്തെ ഒരു ക്ലാസിഫിക്കേഷൻ വിഭജനത്തിൻ്റെ ആവശ്യമില്ല. എന്തായാലും നമ്മൾ RCCയെ കുറിച്ച് പറഞ്ഞു വന്നപ്പോൾ ഒരുപക്ഷെ തിരുവനന്തപുരം RCCയെ കുറിച്ചാണ് ചർച്ച. പക്ഷേ മധ്യ കേരളവുമായി ബന്ധപ്പെട്ട് ക്യാൻസർ ചികിത്സാ രംഗത്ത് പലർക്കും പല ആശയങ്ങളുണ്ടായിരുന്നു, സ്വപ്നങ്ങളുണ്ടായിരുന്നു. അതിനെക്കുറിച്ച് ഒരാൾ പറയാൻ താങ്കളുടെ പഴയ സുഹൃത്ത് തന്നെയാണ്. ജസ്റ്റിസ് കൃഷ്ണയ്യരുടെ നേതൃത്വത്തിലുള്ള ഒരു കൂട്ടായ്മ അതിൻ്റെ ശ്രമഫലമായിട്ട് മധ്യ തിരുവിതാംകൂറിലൊരു ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡിലുള്ള ഒരു ക്യാൻസർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിക്കുവാൻ ഗവൺമെൻറ് തീരുമാനമുണ്ടായി. ഞങ്ങൾ പല സമരമുറകളിൽ കൂടിയാണ് അത് നേടിയെടുത്തത്. അതിൽ ഞങ്ങൾക്കെല്ലാം ആശ്വാസം പകർന്നത് ഡോക്ടർ ഗംഗാധരനെ അതിൻ്റെ സ്പെഷ്യൽ ഓഫീസറായിട്ട് ഗവൺമെൻറ് നിയമിച്ചു. അതിൻ്റെ പ്രവർത്തനങ്ങൾ എവിടം വരെയായി, ഗവൺമെൻറ് ഇത് നടപ്പാക്കാനുള്ള ഇച്ഛാശക്തി ഉണ്ടോ, അതിൽ അങ്ങയുടെ 1-2 മാസമായിട്ട് കാര്യങ്ങളൊന്നും നടക്കുന്നില്ല. അതിൽ നിങ്ങളുടെ പ്രവർത്തനം നടത്തേണ്ടതല്ലേ, അതിനുള്ള കാലതാമസം എന്താണ്? സമാനമായിട്ടുള്ള ഒരു ചോദ്യം കൂടിയുണ്ട്, വരട്ടെ. കൊച്ചി ക്യാൻസർ സെൻ്ററിൻ്റെ സ്പെഷ്യൽ ഓഫീസറായിട്ട് നിയമിതനാകുമ്പോൾ ജനങ്ങൾ പലതും ആഗ്രഹിക്കുന്നുണ്ട്. എങ്ങനെയുള്ള ഒരു ക്യാൻസർ സെൻ്റർ അല്ലെങ്കിൽ എങ്ങനെയുള്ള ഒരു സ്വതന്ത്ര നിലനിൽപ്പുള്ള ജനോപകാരപ്രദമായ ഒരു ഗവേഷണ കേന്ദ്രം ഡോക്ടർ എന്ന രീതിയിൽ അത് RCCയെ പോലെയോ അല്ലെങ്കിൽ ശ്രീത്ര മെഡിക്കൽ സെൻ്ററിനെ പോലെയോ അതല്ലെങ്കിൽ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ് പോലെയോ ഏതു തരം ഒരു ക്യാൻസർ സെൻ്ററാണ് നിങ്ങളെപ്പോലുള്ള ആളുകൾ കൊച്ചിയിൽ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത്? ഗംഗാരൻ ഡോക്ടറുടെ പ്രത്യേകത വെച്ചാൽ ഞാൻ താങ്കളുടെ സുഹൃത്തുക്കൾ താങ്കൾ ആരെയും വേദനിപ്പിക്കാൻ തയ്യാറാവില്ല. എൻ്റെ മേഖല ഒരു പെയിൻ ആൻഡ് പാലിയേറ്റീവ്. അതെ. അപ്പം ഇതൊക്കെ അസുഖകരമായിട്ടുള്ള ചില കാര്യങ്ങളില്ല. എനിക്കതിനകത്ത് വളരെ ക്ലിയർ, വളരെ വെരി ക്ലിയർ കൺസെപ്റ്റ്സ് ആണ് അത്. നേരത്തെ ചോദിച്ച RCC ഞാൻ പറഞ്ഞാൽ ഞാനതുകൊണ്ട് ഒന്നും സമൂഹത്തിന് നഷ്ടപ്പെട്ടിട്ട് എനിക്ക് തീർച്ചയായിട്ടും. കാരണം ഞാനന്ന് അവിടെ ചെയ്യാൻ സാധിക്കുന്നതിനേക്കാൾ ഉപരി എനിക്കവിടെ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. പക്ഷെ ഞാൻ അതിന് എൻ്റേതായിട്ടുള്ള വഴി കണ്ടുപിടിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞ അതിലൊന്നും ആർക്കും ഒരു സംശയമില്ല. നമ്മളിപ്പോൾ മധ്യ കേരളത്തിലൊരു ഞാൻ ആ പ്രിൻസിപ്പിളിനോട് ഞാൻ തീർച്ചയായിട്ടും 100% യോജിക്കുന്നു. കാരണം ഞാൻ പണ്ട് പറയാറുണ്ട്, റീജിയണൽ ക്യാൻസർ സെൻറ്റർ വരേണ്ടിയിരുന്നത് തിരുവനന്തപുരത്തല്ല, അത് എറണാകുളത്താണ് വരേണ്ടിയിരുന്നത്. ഷുഡ് ഹാവ് ബീൻ ഇൻ കൊച്ചിൻ.
ഞാൻ അങ്ങനെ വിശ്വസിക്കുന്ന വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ ഇതിന് 100% ഞാൻ സപ്പോർട്ട് ചെയ്തതാണ്. പക്ഷേ ഇതിനെ ഈ ഒരു പോസ്റ്റിനെ സർക്കാർ തലത്തിൽ എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഞാൻ വിട്ടിട്ട് ഞാനിപ്പോൾ ചെയ്തിരുന്ന കാര്യത്തിൽ നിന്ന് മാറി ഫുൾ ടൈം എനിക്ക് ഇറങ്ങാൻ സാധിക്കില്ല. കാരണം എന്താ വെച്ചാൽ ഞാൻ ഇത് വന്ന പേപ്പറിൽ വന്ന അടുത്ത ഒരു 6-7 ദിവസമെങ്കിലും പലരും വന്നു പറഞ്ഞു, അപ്പോൾ സാറ് ഞങ്ങളെ കിട്ടിട്ട് പോകാമല്ലോ എന്ന് ചോദിക്കും. അത് വേറെ ഒന്നുമില്ല, മാനസികമായിട്ടുള്ള പ്രശ്നം കൊണ്ടാണ്, അത് വേറെ ഒന്നുമല്ല. അപ്പോൾ അങ്ങനത്തെ ഒരു സമയത്ത് എനിക്ക് തീർച്ചയായും 100% ഞാൻ പറഞ്ഞു, അതുകൊണ്ട് എനിക്ക് ഇതിൽ നിന്ന് മാറി അതിലേക്ക് വരാൻ നടക്കില്ല. പക്ഷേ അതേ സമയത്ത് ഞാൻ പറഞ്ഞു അതിൻ്റെ ഒരു സയൻറ്റിഫിക് ആസ് വെൽ ആസ് ബാക്കി അഡ്വൈസൊക്കെ ഞാൻ തരാം, അതിനോട് പരിപൂർണമായി സഹകരിക്കാം. പക്ഷേ നേതൃപരമായിട്ടൊരു പങ്ക് വഹിക്കാൻ. അപ്പോൾ അതിനെക്കുറിച്ച് തന്നെ ഒരു ഫസ്റ്റ് ലെവൽ ഡിസ്കഷൻ നമ്മുടെ ഹെൽത്ത് സെക്രട്ടറിയോട് സംസാരിച്ചിരുന്നു. അപ്പോൾ ഒരു മാർഗ്ഗം അദ്ദേഹം പറഞ്ഞു, നമ്മൾ നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഞാൻ ഇതിനുള്ളൊരു അഡ്വൈസ് കൊടുത്തുകൊണ്ട് ഇത് പ്രാവർത്തികമാക്കാനുള്ള തരത്തിലുള്ള ഒരു വ്യക്തി ഞാനുമായിട്ടും സർക്കാർ തലത്തിലും അല്ലെങ്കിൽ എൻ്റെ കൺസ്ട്രക്ഷനുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വ്യക്തിയെ നമ്മൾ കണ്ടുപിടിച്ച് ആ വ്യക്തി ഷുഡ് ബി ഇൻ ടച്ച് വിത്ത് ഓൾ ഓഫ് എസ്. അദ്ദേഹമായിരിക്കണം നമുക്ക് ബാക്കി ഇൻ ദി ഫീൽഡ്. അതിലേക്ക് എത്തിയോ? അതിലേക്ക് അതിൻ്റെയാണ് നമ്മൾ ഒരു സന്നോട് സംസാരിച്ച് പോയി നമ്മൾ സ്റ്റെപ്പ് എടുക്കാമെന്ന് പറഞ്ഞാൽ എടുത്ത സ്റ്റെപ്പ് അതാണ്. അതിനുശേഷം ഒരിക്കൽ ഹെൽത്ത് മിനിസ്റ്റർ എന്നെ വിളിച്ചു പറഞ്ഞു നമുക്ക് ഒരിക്കൽ മീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ അന്ന് ഞാൻ പറഞ്ഞു എനിക്ക് അന്ന് ട്രിവാൻഡ്രത്ത് എനിക്ക് വരാം, ഞാൻ ട്രിവാൻഡ്രത്ത് വന്ന് തിരിച്ച് വരുന്ന ദിവസം എനിക്ക് അങ്ങനെ വരാൻ സാധിക്കില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് ഏതെങ്കിലും ദിവസം ബാക്കി എല്ലാവരും നമുക്ക് എറണാകുളത്തോ അല്ലെങ്കിൽ ഇവിടെ ആണെങ്കിൽ എനിക്ക് സൗകര്യമായിരുന്നു. ഞാൻ എൻ്റെ ഹൈ ലെവലിച്ചുകൊണ്ട് പറയുമെന്നല്ല, പക്ഷേ എൻ്റെ ബാക്കി ലെവൽ സെറ്റിന് എനിക്ക് സൗകര്യമായിരിക്കും എന്ന് പറഞ്ഞു. എന്തായാലും അത് ഗൗരവമായിട്ട് മുൻപോട്ട് പോകുന്നുണ്ട്. എന്തായാലും വിശ്വംഭരൻ്റെ മനസ്സിലെ ആശങ്കകൾ വൈകാതെ ദൂരീകരിക്കപ്പെടും. തീർച്ചയായും. അപ്പോൾ ആ സ്റ്റെപ്പിലെ ഒരു ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ഇങ്ങനെ ഒരു വ്യക്തിയെ കൂടെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അതായത് ഈ ഷുഡ് ബി ഓൺ എ ലൈഫ്, ഒരു നോഡൽ ഓഫീസർ കൃത്യമായിട്ട്. ബാക്കിയുള്ള സപ്പോർട്ട് 100% ഞാൻ അഷ്വർ ചെയ്യാണ്. ഒരു സ്റ്റെപ്പ് പോലും ഞാൻ പുറകോട്ട് പോകുന്നില്ല. വിശ്വംഭരൻ ശ്രദ്ധിച്ചോളുക. ഓക്കെ, ഈ ചികിത്സാ രംഗവുമായി ബന്ധപ്പെട്ട് ഒരു ചോദ്യം ചോദിക്കാൻ വേണ്ടി താങ്കൾക്ക് വളരെ വേണ്ടപ്പെട്ട ഒരാൾ തയ്യാറായി നിൽക്കുകയാണ്. ഡോക്ടറിനെ JB ജംഗ്ഷനിൽ ബ്രിട്ടാസ് സാറിനോട് കാണുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഏറെ ആദരിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്ന വ്യക്തിത്വമാണ് ഡോക്ടറുടേത്. എൻ്റെ അമ്മ ഡോക്ടറെ സ്വന്തം മകനെ പോലെ സ്നേഹിച്ചതാണ്. പലപ്പോഴും ചികിത്സയ്ക്ക് അല്ലെങ്കിൽ പോലും അമ്മ പറയും എനിക്ക് ഡോക്ടറെ ഒന്ന് കാണണം. അത്രയധികം സ്നേഹമുണ്ടായിരുന്നു അമ്മയ്ക്ക് ഡോക്ടറോടും തിരിച്ചും. ഒരുപാട് ഞാൻ കടപ്പെട്ടിരിക്കുന്നു ഈ ജീവിതത്തിൽ ഡോക്ടറോട്, എൻ്റെ അമ്മയെ ചികിത്സിച്ചതിനും മറ്റുമൊക്കെ. ഒരു ഡോക്ടർ എങ്ങനെ പ്രവർത്തിക്കണം, എത്ര ഹമ്പിളായിരിക്കണം, എത്ര മനുഷ്യത്വം ഉണ്ടാവണം, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടി എങ്ങനെയാണ് ഒരു ഡോക്ടർ അയാളുടെ കർമ്മത്തിൽ നിരതനാവേണ്ടത്, ഇതൊക്കെ നമുക്ക് പഠിക്കാവുന്നത് ഡോക്ടർ ഗംഗാധരൻ്റെ നിന്നാണ്. തീർച്ചയായിട്ടും എനിക്ക് ഡോക്ടറോട് ഒരു ചോദ്യമാണ് ചോദിക്കാനുള്ളത്. അമ്മയെ ചികിത്സിച്ച സമയത്ത് തന്നെ എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ഒരു ചോദ്യമാണ്, ഒരുപാട് ക്യാൻസറിൻ്റെ മരുന്നുകൾക്ക് അത് വിപണിയിൽ വലിയ വിലയാണ്. സാധാരണക്കാരന് ഒരിക്കലും അപ്രോച്ച് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള വില വരുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ ബേസിക്കായിട്ടുള്ള വില എന്ന് പറയുന്നത് വളരെ തുച്ഛമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വ്യത്യാസം അതിൻ്റെ ആക്ച്വൽ വിലയിൽ നിന്ന് ഏകദേശം 10, 20, 30 ടൈംസ് വില കൊടുത്ത് അത് വാങ്ങിക്കേണ്ട ഒരവസ്ഥയാണ്. അപ്പോൾ ശരിക്കും ഇതിനൊരു മാറ്റം നമുക്ക് ഉണ്ടാക്കാൻ പറ്റുമോ? അങ്ങനെ ഉണ്ടായാൽ നമുക്ക് ഈ ട്രീറ്റ്മെൻറ്റിൽ ഒരുപാട് പേരെയും കൂടെ നമുക്ക് സഹായിക്കാനായിട്ട് പറ്റില്ലേ? ഇതാണ് എൻ്റെ ചോദ്യം. 100% ജയൻ സാറ് പറഞ്ഞത് ശരിയാണ്. അതായത് നമ്മുടെ ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇടുന്ന MRP ആണ്, മാക്സിമം റീറ്റെയിൽ പ്രൈസ്. അതിൽ 2 ഭാഗമുണ്ട്. ഒരേ മരുന്ന് തന്നെ ഒരു 60 കമ്പനി ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ 60 കമ്പനിയുടെ റേറ്റ് 60 റേറ്റാണ്. അത് മാത്രമല്ല, ആ ഒരു മരുന്ന് ഒരു ആശുപത്രിക്ക് അല്ലെങ്കിൽ ഒരു സപ്ലൈ ചെയ്യുന്ന സമയത്ത് കൊടുക്കുന്ന മരുന്നിൻ്റെ റേറ്റ് ഈ പറഞ്ഞ പോലെ തന്നെ ഒരു 10,000 രൂപയുടെ മരുന്ന് ചിലപ്പോൾ 3,500 രൂപ 4,000 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. ബാക്കി 6,000 രൂപ കൊടുക്കുകയാണ്. അത് ഒരു ആവശ്യമില്ല അങ്ങനെ ചെയ്യേണ്ടത്. നമ്മൾ പുറം രാജ്യങ്ങളിൽ പോയി കഴിഞ്ഞാൽ ഒരു പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ കൂടി വന്നാൽ 2 കമ്പനിക്കേ ഉണ്ടാവുള്ളൂ. ഈ 60 കമ്പനിയുടെ റേറ്റ് ഒന്നും ഉണ്ടാവില്ല, 2 കമ്പനി ഉണ്ടാവുള്ളൂ. അതിൻ്റെ റേറ്റ്സിന് അപ്പോൾ ഈ ഇത്രയും മാർജിൻ എന്തിനാണ് കൊടുക്കുന്നതെന്ന് വെച്ചാൽ അത് എനിക്ക് തോന്നുന്നത് അത് തീർച്ചയായും അത് സർക്കാർ തലത്തിൽ നിന്ന് സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ അല്ല, അത് കേരള ഗവൺമെൻറ്റിൻ്റെ അല്ല, സെൻട്രലാണ്. അത് തടയണം.
അത് ഒരു ആവശ്യമില്ല. പക്ഷേ അത് വലിയൊരു അതുകൊണ്ട് focus അല്ലേ ഇത്? വലിയ ഫോക്കസാണ്. പക്ഷെ ഞാൻ അവിടേക്ക് ഞാൻ പറയാൻ അവിടെ ചെയ്യാൻ സാധിക്കുന്നതിൽ അവിടെയാണ് ഞാൻ പറഞ്ഞത്. ഞാൻ RCC ഞങ്ങൾ ഇറങ്ങിയെങ്കിലും ഞങ്ങൾക്ക് പ്രശ്നം ഞാൻ പറയാൻ കാര്യം എന്താ വെച്ചാൽ ഞങ്ങൾ നല്ല 2 ആശുപത്രി കമ്പയർ ചെയ്യുക. 2 ആശുപത്രി കമ്പയർ ചെയ്യാണ്. ഒരു ആശുപത്രിയിൽ അവരെ റൂം റെൻറ്റ് 100 രൂപ റൂം റെൻറ്റേ ഉള്ളൂ, സർവീസ് ചാർജ് 5 രൂപയേ ഉള്ളൂ. പക്ഷേ അവരെല്ലാം ഫ്രീ ആയിട്ട് കൊടുക്കാം. ഈ 3000 രൂപയുടെ മരുന്ന് 6000 രൂപയ്ക്കാണ് വിൽക്കുന്നതെങ്കിൽ ആ 3000 രൂപ മതി, ആശുപത്രി തന്നെ വേണേൽ ഫ്രീ ആയിട്ട് കൊടുക്കാം. താങ്കൾ ഉദ്ദേശിക്കുന്നത് മറുവശത്തെ RCCയേക്കാൾ ചിലവ് കുറവാണ്? അതല്ല ഉദ്ദേശിക്കുന്നത്. മറുവശത്തെ ആ ഒരു സ്ഥാപനം ഈ വിലയ്ക്കല്ല കൊടുക്കുന്നത്. 3000 രൂപയ്ക്ക് വാങ്ങിക്കുന്ന സാധനം ഫാർമസി റൺ ചെയ്യാൻ വേണ്ടി മാത്രം 10% 15% കൂടുതലിട്ട് വെക്കുന്ന ആശുപത്രിയുണ്ട്. അതായത് ഹോസ്പിറ്റലിലേക്ക് എന്ത് വിലയ്ക്ക് സപ്ലൈ ചെയ്യുന്നോ അതിൻ്റെ മുകളിൽ 10% അല്ലെങ്കിൽ 15% പ്രോഫിറ്റ് എടുത്തുകൊണ്ട് ഫാർമസി റൺ ചെയ്യാൻ വേണ്ടി മാത്രം ആ റേറ്റ് ഇട്ട് കൊടുക്കുന്ന ആശുപത്രികളുണ്ട് ഇവിടെ. പക്ഷേ അവിടെ റൂം റെൻറ്റ് കൂടുതലായിരിക്കും, അവിടെ സർവീസ് ചാർജ് കൂടുതലായിരിക്കും. കാരണം അവർക്ക് അത് അവിടെ എമൗണ്ട് ആകത്തൊക്കെ നോക്കുമ്പോൾ അതായിരിക്കും ലാഭം. പക്ഷേ ഡോക്ടർ ഒരേ മരുന്ന് തന്നെ. ഇപ്പം ഞാനിപ്പോൾ ഇതിൽ എനിക്ക് തോന്നുന്ന ഒരു കാര്യം, ഈ അവയർനെസ്സിൽ ഉൾപ്പെടുത്തേണ്ട ഒരു സംഭവമാണ്. നമ്മളിപ്പോൾ അതിൻ്റെ പല ഘട്ടങ്ങളിലേക്ക് വന്നപ്പോൾ ഈ ഒരു പ്രധാനപ്പെട്ട ഘട്ടം വന്നിരിക്കുകയാണ്. എനിക്ക് തന്നെ അറിവുള്ള ഒരു കാര്യമാണ്. അതായത് ഒരു ഇന്ത്യൻ മരുന്നും ഒരു ഫോറിൻ മരുന്നും. ഇന്ത്യൻ മരുന്നിന് 2000 രൂപ അതേ ഗുണമുള്ള അല്ലെങ്കിൽ അതേ മൂലകങ്ങളുള്ള ഒരു എലമെൻസ് ഉള്ള ഒരു ഫോറിൻ മരുന്നിന് അതിൻ്റെ 10 ഇരട്ടി. പല ഡോക്ടർമാരും ഭൂരിപക്ഷം ഡോക്ടർമാരും പ്രിസ്ക്രൈബ് ചെയ്യുന്നത് ഈ ഫോറിൻ മരുന്ന്. ഞാനതിന് 2 വശം ഇപ്പോൾ ബ്രിട്ടാസ് പറയും, ഞാൻ എങ്ങും തൊടാതെ പറയുന്നത് 2 വശം ഞാൻ പറഞ്ഞത്. ഇതിനൊക്കെ 2 വശങ്ങളുണ്ട്. 2 വശത്തിന് ഒരു വശം എന്ന് പറഞ്ഞാൽ ഈ 2000 രൂപയുടെ ഇന്ത്യൻ മരുന്നിൻ്റെ ക്വാളിറ്റിയെക്കുറിച്ച് ഡോക്ടർക്ക് ഡെഫിനറ്റ് ഞാൻ പറഞ്ഞ ഈ 100 പേര് ഇങ്ങനെ പ്രിസ്ക്രൈബ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിലൊരു 60-70% ആൾക്കാരും ഈ പ്രോഫിറ്റിന് വേണ്ടി മാത്രമായിരിക്കില്ല, സതുദ്ദേശത്തിലായിരിക്കും. ആ ഉദ്ദേശം എന്തായിരിക്കും? ആ ഉദ്ദേശം 40% പേര് ഉദ്ദേശമായിരിക്കും. ആ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ ആ ഉദ്ദേശം ഞാൻ പറഞ്ഞു ആദ്യം. ആ ഉദ്ദേശം എന്തായിരിക്കും വെച്ചാൽ നമുക്കിവിടെ ഇറങ്ങുന്ന പല മരുന്നുകളെയും നമുക്ക് ആ ക്വാളിറ്റി വിശ്വസിച്ചുകൊണ്ട് ധൈര്യപൂർവ്വം കൊടുക്കാൻ സാധിക്കില്ല. പറഞ്ഞിരിക്കുന്ന ചേരുവകളായിരിക്കില്ല, പറഞ്ഞിരിക്കുന്ന പേഴ്സൻറ്റേജ് ആയിരിക്കും. ഇപ്പം ഞാൻ പറഞ്ഞാൽ പല ഇത് മാനുഫാക്ചർ ചെയ്ത കമ്പനി നമുക്ക് യാതൊരു ഐഡിയ. ഇപ്പം ഞാൻ ഇവിടെ തിരിച്ച് ചോദിക്കാതാണ്. നമ്മൾ ഒരു ഷർട്ട് വാങ്ങിക്കാൻ പോകുമ്പോൾ ഒരു ബ്രാൻഡഡ് ഷർട്ടും ബ്രാൻഡഡ് അല്ലാത്തൊരു ഷർട്ടും ഒരേ വിലയ്ക്ക് കിട്ടും എന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായും ബ്രാൻഡായിട്ട് എടുക്കാൻ നോക്കും. ചെറിയ മാർജിനാണെങ്കിലും എടുക്കാൻ നോക്കും. പക്ഷേ അതേ സമയത്ത് ഈ ബ്രാൻഡഡ് അല്ലാത്ത ഐറ്റം ഏതെങ്കിലും ഒരു സ്ഥലത്ത് ആ ബ്രാൻഡഡ് ഐറ്റത്തിൻ്റെ ലേബിൾ വെച്ച് വിൽക്കുന്നുണ്ടെങ്കിൽ നമുക്ക് വാങ്ങിക്കാൻ സാധിക്കുമോ? വ്യക്തമായി ഡോക്ടർ. എനിക്ക് ഇതിനകത്ത് 2 വശമുണ്ട് എല്ലാ കാര്യങ്ങളിലും. ആരെ പറഞ്ഞാൽ അമ്മയെ തല്ലിയാലും 2 വശം പറഞ്ഞു. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു വശം. അതാണ് അപ്പോൾ പലപ്പോഴും നമുക്ക് ഞാനൊരു 10 വർഷം ഉപയോഗിച്ച ഒരു മരുന്ന് ഒരു നല്ല ഐറ്റമായിട്ട് എനിക്ക് തോന്നിയത് ഇതൊന്നും നമ്മൾ ഉപയോഗിക്കുന്ന പല മരുന്നുകളും നമ്മൾ ബി കോംപ്ലക്സ് കൊടുക്കുന്ന പോലെയല്ല. ഇറ്റ്സ് ബിറ്റ്വീൻ ലൈഫ് ആൻഡ് ഡെത്ത്. അത് ഞാൻ ഒരിക്കലും വേദിയിൽ നമ്മളൊരു പ്രമുഖ ഗായകനും കൂടെ ഇരുന്നൊരു വേദിയിൽ ഒരിക്കൽ സംഭവം ഉണ്ടായതുപോലെ ഇതേ സെയിം പ്രോബ്ലം ആയിരുന്നു. അദ്ദേഹം പറഞ്ഞു നമുക്കൊരു ബ്രാൻഡഡ് ഐറ്റം ഈ ഷർട്ടാണ് പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞു ഷർട്ട് അതുകൊണ്ട് പറഞ്ഞു ഷർട്ട്. അദ്ദേഹം പറഞ്ഞു നമുക്കൊരു ബ്രാൻഡഡ് ഐറ്റം വേണേൽ ഈറോഡ് പോയി കഴിഞ്ഞാൽ ഈറോഡിൽ അതേ വിലയ്ക്ക് വേണേൽ 3 ഷർട്ട് വാങ്ങിക്കാം. അതിലൊരു ഷർട്ട് കീറിപ്പോയാലും കുഴപ്പമില്ലെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഷർട്ടിൻ്റെ കാര്യം അടുത്ത എൻ്റെ കൂടെ ആയിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ഷർട്ടിൻ്റെ കാര്യം ശരിയാണ്. ഞാൻ ഇതേപോലെ 3 രൂപയൊക്കെ കൊടുത്തിട്ട് ഒരാൾ പോയാലും കുഴപ്പമില്ല, ബാക്കി 2 പേരും ഇഷ്ടപ്പെടുകയാണ്. ഞാൻ മരുന്ന് ഉപയോഗിക്കാമെന്ന് പറഞ്ഞാൽ ഡോക്ടർക്ക് സാധിക്കില്ല. എന്തായാലും ഡോക്ടർ ഗംഗാധരൻ, ഒരു പക്ഷേ ഈ രംഗത്ത് ഒരു റെഗുലേഷനിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ പറയുന്നത് 2-3 കാര്യങ്ങളാണ്. ഒരു കാര്യം, ഒരു പ്രോഡക്റ്റ് ഒരു കോമ്പൗണ്ട് കൂടി വന്ന ഒരു 3-4 കമ്പനിക്ക് കൊടുത്താൽ മതി. ഓക്കെ. ഈ 60 കമ്പനികൾക്ക് ആ 3-4 കമ്പനികൾ കൊടുക്കുമ്പോൾ ആ 3-4 കമ്പനികളുടെ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കണം, ക്വാളിറ്റി അഷുറൻസ് കൊടുക്കാൻ സാധിക്കണം. അത് ഡോക്ടർക്ക് വേണം, ഡോക്ടർക്ക് ക്വാളിറ്റി കൊടുക്കാൻ സാധിക്കണം. ഒന്ന്. രണ്ടാമത്തത്, ഒരു കാരണവശാലും പ്രോഡക്റ്റിൻ്റെ കോസ്റ്റും MRPയുമായിട്ട് ഇത്രയും വ്യത്യാസം കൊടുക്കേണ്ട ആവശ്യമില്ല. നമുക്ക് 3000 രൂപയുടെ പ്രോഡക്റ്റ് ആണെങ്കിൽ കൂടി വന്ന ഒരു 3500 രൂപയ്ക്ക്. ഈ 2 കാര്യങ്ങൾ. മൂന്നാമത്തെ ഇതിനെക്കുറിച്ച് വ്യക്തമായ ഒരു റെസ്ട്രിക്ഷൻസ് വരണം. അതായത് ക്വാളിറ്റി അഷുറൻസ് നമുക്ക് ചെയ്തേ പറ്റുള്ളൂ. ഓക്കെ. വരുന്നു വേറൊരു സന്ദേഹവുമായിട്ട്. ജോൺ ബ്രിട്ടാസ്, അദ്ദേഹത്തിന് എളുപ്പം പറയാം. ഇന്നസെൻ്റ് ഒരു ചോദ്യം ചോദിച്ചോളൂ. ആ ചോദ്യം ഡോക്ടർ ഗംഗാധരൻ എന്ന് പറയുന്ന അദ്ദേഹത്തിന് എന്തെങ്കിലും മാനസിക വിഷമം ഉണ്ടായി എങ്കിൽ അത് വലിയൊരു പ്രശ്നമാണ്. കാരണം എൻ്റെ അസുഖം ചികിത്സിച്ച് ഭേദമാക്കിയ ഒരാളാണ്
ഡോക്ടർ ഗംഗാധരൻ. നമ്മളിങ്ങനെ പരിചയമുള്ള ആളുകൾ, സുഹൃത്തുക്കൾ, കൂട്ടുകാർ, അങ്ങനെയുള്ള ആളുകളെ ചികിത്സിക്കും. നമ്മുടെ സ്വന്തക്കാരായിട്ടുള്ള ആളുകൾ ഡോക്ടർ ഗംഗാധരനെ ഒക്കത്തെടുത്ത് നടന്നിരിക്കുന്ന സ്ത്രീകൾ, അതായത് സ്വന്തം വലിയമ്മ, അങ്ങനെയുള്ള ആളുകളുണ്ടാവും. അവരെയൊക്കെ ചികിത്സിക്കുമ്പോഴും ഇതുവരെ നമ്മൾ കാണാത്ത മറ്റുള്ളവരെ ചികിത്സിക്കുമ്പോഴും ഉണ്ടാവുന്ന ഡോക്ടറുടെ ഒരു മാനസികാവസ്ഥ എങ്ങനെയാണ്? അതായത് നമ്മളെ ആളുകളെ ഇപ്പോൾ ചികിത്സിക്കുമ്പോൾ എല്ലാവർക്കും ഉണ്ടാവില്ല, അയ്യോ ഒന്ന് മാറണേ, ഇത് ഒരേപോലെ തന്നെയാണോ ഇതിൻ്റെ അളവ് എന്നുള്ളതൊന്ന് ഡോക്ടർ ഒന്ന് വിശദീകരിച്ചാൽ നല്ലത്. താങ്കളുടെ ഒരു പേഷ്യൻ്റാണ്. ആ കാര്യത്തിൽ നമുക്ക് ബന്ധമില്ല, ബന്ധമൊന്നുമില്ല. നമുക്ക് നമ്മുടെ മുമ്പിൽ വരുന്ന എല്ലാ രോഗികളും നമുക്ക് രക്ഷപ്പെടുത്താൻ സാധിക്കുമെങ്കിൽ. ഇന്നസെന്റ് താങ്കളുടെ ചേട്ടനോട് പഠിച്ചു, തോറ്റു, താങ്കളോട് പഠിച്ചു. എൻ്റെ കൂടെ പഠിച്ചില്ല. ചേട്ടൻ്റെ പഠിച്ചേനെ വേണമെങ്കിൽ. അപ്പൊ പുള്ളി പഠിത്തം നിർത്തി പോയി, ഇന്നസെന്റ് അതിൻ്റെ സാഹചര്യം കിട്ടിയില്ല. പക്ഷെ അപ്പോൾ അദ്ദേഹം ഒരു പേഷ്യൻ്റായി വരുമ്പോൾ നമുക്ക് സന്ദർഭങ്ങളുണ്ടായിട്ടുണ്ട്. അതിൽ ഏറ്റവും നമുക്കൊക്കെ ഞാൻ പറഞ്ഞ ഈ കഴിഞ്ഞ ഒരു 15 വർഷം മുമ്പത്തേക്കും കഥ പറയാം, ഈ കഴിഞ്ഞ ഒരു 2 ആഴ്ച മുമ്പത്തേക്കും കഥ പറഞ്ഞത്. എന്നെ പഠിപ്പിച്ച എൻ്റെ മെഡിസിൻ പ്രൊഫസർ ഉണ്ടായിരുന്നു, ഈപ്പൻ സാമുൽ സാറ്. എൻ്റെ അടുത്ത് ചികിത്സയ്ക്ക് വരുന്നത് വളരെ അഡ്വാൻസ് സ്റ്റേജ്, രക്ഷപ്പെടുത്താൻ സാധിക്കില്ല എന്നൊരവസ്ഥയിൽ എൻ്റെ ചികിത്സയ്ക്ക് വരികയാണ്. അങ്ങനെ സിറ്റുവേഷൻ ഞാൻ ചികിത്സിക്കുന്നത്. അതിൽ നമുക്ക് ഈ പറഞ്ഞ വ്യത്യാസമല്ല, ഇന്നസെൻ്റ് ഉദ്ദേശിച്ച പോലത്തെ വ്യത്യാസമല്ല. നമുക്ക് നമ്മുടെ മാനസിക സംഘർഷം കൂടുതലാണ്. കാര്യം എന്നെ പഠിപ്പിച്ചിട്ടൊരു വ്യക്തി എനിക്ക് രക്ഷപ്പെടുത്താൻ സാധിക്കുന്നില്ല എന്നുള്ളത് ഒരു സംഘർഷം തന്നെയാണ്. പക്ഷെ അവിടെ സാറിൻ്റെ വ്യക്തിത്വം വേറെയായിരുന്നു. സാറ് അത് വളരെ ലൈറ്റായിട്ട് എന്നോട് പറഞ്ഞു, ഗംഗാധരൻ എനിക്കറിയാം സാറിനറിയാവുന്ന മേഖല. അപ്പോൾ സാർ എനിക്ക് തിരിച്ച് സമാധാനിപ്പിക്കുകയായിരുന്നു എന്നെ, ശരിക്കും പറയുകയാണെങ്കിൽ. കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് എൻ്റെ കൂടെ സ്കൂളിൽ പഠിച്ച എൻ്റെ ഒരു ഉറ്റ സുഹൃത്ത് എനിക്ക് നഷ്ടപ്പെട്ടു, ഇതുപോലെ തന്നെ. പക്ഷെ അവിടെയൊക്കെ ഇതല്ല എൻ്റെ പ്രശ്നം. അതായത് എൻ്റെ റിലേറ്റീവ് ആയതുകൊണ്ടോ എൻ്റെ ഫ്രണ്ട് ആയതുകൊണ്ടോ ആ കൂടുതൽ രക്ഷപ്പെടുന്നതല്ല. പക്ഷേ അവർക്ക് ഒരു പ്രശ്നം ഉണ്ടാവും ഉണ്ടാകുന്ന എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് മനസ്സ് സംഘർഷമുണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. അത് മറ്റു രോഗികൾ മരിക്കുമ്പോൾ ഇല്ലെന്നുള്ളതല്ല, അതായത് ഓരോ രോഗിയും നമുക്ക് നഷ്ടപ്പെടും ഒരു ഡോക്ടറുടെ മനസ്സിൽ സംഘർഷമുണ്ട്. അത് നമ്മൾ പലപ്പോഴും ഡോക്ടർ ഒരു പ്രധാന പ്രശ്നമാണ്, ഡോക്ടർക്ക് ഇത് പുറത്ത് പ്രകടിപ്പിക്കാൻ സാധിക്കില്ല. 4 പേര് കൂടെ നിന്ന് കരയുമ്പോൾ ഡോക്ടർക്ക് കൂടെ നിന്ന് കരയാൻ സാധിക്കില്ല, മനസ്സ് തുറന്ന് കരയാൻ സാധിക്കില്ല. താങ്കൾക്കൊരു ജീവനെ രക്ഷപ്പെടുത്താൻ പറ്റാതെ വരുമ്പോൾ താങ്കൾക്കുണ്ടാകുന്ന ഒരു തീർച്ചയായും നമ്മൾ നഷ്ടപ്പെട്ടത് നമുക്ക് ഓരോ രോഗിയും നഷ്ടപ്പെടും. നമുക്കുള്ള സംഘർഷം എന്ന് പറഞ്ഞാൽ അത് നമുക്ക് പുറത്ത് കാണിക്കാൻ ഡോക്ടർ നമ്മൾ പറയും, നമുക്ക് സർക്കസ് കൂടാതെ നിന്ന് നമ്മുടെ ബഫൂണിനെ പുറത്തൊന്നും ചെയ്യാൻ സാധിക്കില്ല, ആ ഐറ്റം കാണിക്കേണ്ടി വരുന്നു എന്ന് പറയുന്ന അതേ അവസ്ഥയാണ് ഡോക്ടർക്കും. താങ്കൾ ഉള്ളിൽ കരയുന്നുണ്ടാവും? ഉള്ളിൽ തീർച്ചയായും കരയും. ആ കരച്ചിൽ പക്ഷേ ഇല്ലെങ്കിൽ അത് ഡോക്ടറല്ല, ആ കരച്ചിൽ ഉണ്ടെങ്കിൽ മാത്രമേ ഡോക്ടർ. കരച്ചിൽ ഗംഗാധരൻ ഡോക്ടർക്ക് പുറത്തേക്ക് വന്നിട്ടുണ്ട് ധാരാളം സമയങ്ങളിൽ. ധാരാളം സമയത്ത് അത് കണ്ണുനീരായിട്ട് വരുന്നില്ല, ശബ്ദം പതറാം, നമ്മുടെ മുഖഭാഗം കണ്ടാൽ തിരിച്ചറിയാം. നമുക്ക് നഷ്ടപ്പെടുന്നവരെ നഷ്ടപ്പെടാൻ തിരിച്ചറിയാൻ സാധിക്കും. നിയന്ത്രണം നഷ്ടപ്പെട്ട് കരഞ്ഞിട്ടുണ്ടോ? പലപ്പോഴും ഉണ്ട്. കെട്ടിപ്പിടിച്ചിട്ടുണ്ട്. നമുക്ക് കെട്ടിപ്പിടിച്ച് നമ്മളന്ന് കരയുന്ന ഒരു മുഹൂർത്തത്തിൽ നമ്മുടെ കണ്ണ് തന്നെ നനഞ്ഞു. അപ്പോൾ നമുക്കത് എപ്പോഴാണ് നമ്മൾ കഴിഞ്ഞ ഇതും ഒരു 3-4 ആഴ്ച മുന്നേ സംഭവം പറയാം. ഒരു അച്ഛൻ മരിച്ചിട്ട് മകൾ എന്നെ ഒന്ന് കെട്ടിപ്പിടിച്ച് കരഞ്ഞ് എന്നിട്ട് ഞാൻ അച്ഛൻ മരിച്ച ദുഃഖത്തിനല്ല കരയുന്നത്, ഞാൻ കരയുന്നത് കഴിഞ്ഞ 5 വർഷം അച്ഛനെ എൻ്റെ കൂടെ ജീവിക്കാൻ ഒരു അവസരം ഉണ്ടാക്കി തന്നെ ഡോക്ടറെ കെട്ടിപ്പിടിച്ച് കരയുക എന്ന് പറഞ്ഞു. അതൊക്കെ നമുക്ക് ശരിക്കും അതൊക്കെ നമുക്ക് നമ്മുടെ മനസ്സിൽ അതാണ് ഞാൻ ഇവരോട് പറഞ്ഞത്. ഈ മേഖല എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന മേഖലയല്ലെന്ന് പറയാൻ കാരണം അതുകൊണ്ടാണ്. താങ്കൾ അവർ കാണാതെ കണ്ണ് തുടച്ചു. തീർച്ചയായിട്ടും. എങ്ങനെ ഈ മനക്കെട്ടിയൊക്കെ എങ്ങനെ കരഗസ്ഥമാണ്? പക്ഷെ അവിടെയൊക്കെ നമ്മളൊരു കാര്യം മനസ്സിലാക്കും. ഇന്നിപ്പോൾ ഞാൻ പറയും, ഇന്നൊരു 100 പേരും നമ്മളെ കാത്തു നിൽക്കുന്ന ജീവിതങ്ങളും 100 പേര് അപ്പുറത്ത് നിൽക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതിനു വേണ്ടി അല്ലെങ്കിൽ നമ്മളെ നഷ്ടപ്പെട്ടത് മാത്രം ഓർത്തുണ്ടെങ്കിൽ ആ 100 പേരെ കൂടെ നമുക്ക് നഷ്ടപ്പെടും. ഇന്നസെൻ്റ് ഈ ജംഗ്ഷനിൽ വന്നിട്ടൊരു കാര്യം പറഞ്ഞു, അദ്ദേഹത്തെ ചികിത്സിച്ചു കൊണ്ടിരുന്ന ടീമിൻ്റെ ഭാഗമായിരുന്ന ഒരു ഡോക്ടർക്ക് പിന്നീട് ക്യാൻസർ. അതെ, അവരെ സമാശ്വസിപ്പിക്കേണ്ട ഒരു ഉത്തരവാദിത്വം കൂടി അതെ ഇന്നസെൻ്റ് നിക്ഷിപ്തം. തീർച്ചയായും. അത് ആ ഡോക്ടർ ഇപ്പോൾ തിരിച്ചു വന്ന് ഇപ്പോൾ ഞാനിവിടെ ഇരിക്കുന്ന സമയത്ത് ഡോക്ടറായിരിക്കും OPയിൽ ഇരുന്ന എല്ലാ പേഷ്യൻറ്റും കാണുന്നത്. ഇവരുടെ കോളേജിൽ തന്നെ പഠിച്ചൊരു വ്യക്തി ഞങ്ങളുടെ ഇടയിലുണ്ടായിരുന്നു, എൻ്റെ കൂടെ ജോലി ചെയ്തിട്ടുണ്ട്. അതായത് ലുക്കീമിയ ആയിട്ടായിരുന്നു, ബ്ലഡ് ക്യാൻസർ ആയിരുന്നു. അതൊക്കെ റോൾ മോഡൽസ് എന്നാണ് പറയും. നിങ്ങളുടെ കോളേജിൽ പഠിച്ചൊരു വ്യക്തിയാണ്. 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ബ്ലഡ് ക്യാൻസർ വരെയാണ്. ചികിത്സിച്ചു,
അസുഖം മാറി 10ാം ക്ലാസ് പാസ്സായി. +2 പോയി. +2 പഠിക്കുന്ന സമയത്ത് 2ാമത് അസുഖം വന്നു. അന്നും ചികിത്സിച്ചു. അന്ന് അസുഖം മാറി. MBBS ജോയിൻ ചെയ്തു. MBBS പഠിക്കുന്ന സമയത്ത് ലാസ്റ്റ് ഒരു 3rd ഇയർ 4th ഇയർ ആയ സമയത്ത് ഒരിക്കൽ കൂടെ അസുഖം തിരിച്ചു വരികയാണ്. അന്നും അതിനെ അതിജീവിക്കുകയാണ്. എൻ്റെ കൂടെ വന്ന് എൻ്റെ കൂടെ വർക്ക് ചെയ്തു. ആദ്യമേ എൻ്റെ കൂടെ രോഗിയായ സമയത്ത് എൻ്റെ അടുത്ത് വന്നു. അതുകൂടാതെ എൻ്റെ കൂടെ വന്ന ഏകദേശം ഒരു 1.5 വർഷം എൻ്റെ കൂടെ ജോലി ചെയ്തു. ഈ സമയത്തൊക്കെ പല സമയത്തും അസുഖങ്ങൾ വരുമ്പോൾ ഞങ്ങൾ തിരിച്ച് വരെ കൊണ്ടുവരാൻ സാധിച്ചു. ഡോക്ടറെ, എൻ്റെ ഒരു ഡോക്ടർ സുഹൃത്ത് പറഞ്ഞൊരു കാര്യമുണ്ട്. ഡോക്ടർമാർ പലർക്കും സാരോപദേശങ്ങളും ഉപദേശങ്ങളും നൽകും. പക്ഷേ അവരൊരു രോഗിയായി കഴിഞ്ഞാൽ പലപ്പോഴും അവർ നിയന്ത്രണം നഷ്ടപ്പെട്ട് പതറിക്കും. ശരിയാണ്. നമ്മുടെ ഇടയിൽ ഇതുപോലെ ആത്മഹത്യ ചെയ്ത വ്യക്തി വരെ ഉണ്ട്. ക്യാൻസർ ആയിരുന്നു അറിഞ്ഞിട്ട് ആത്മഹത്യ ചെയ്ത വ്യക്തി വരെ ഉണ്ട്. പക്ഷേ ഉണ്ട്. അതിന് കാരണം ഈ പറഞ്ഞ പോലെ തന്നെ ഒരുപക്ഷെ അവർക്ക് പലപ്പോഴും ആ സമയത്ത് മുമ്പിൽ വരുന്നത് മുഴുവൻ ഇങ്ങനത്തെ രോഗികളാണ്. ഞാൻ പറയാം, ക്യാൻസർ നമുക്ക് എപ്പോഴും കൂട്ടുന്ന ഒരു മരണത്തിൻ്റെ മുഖമെന്ന് പറയും. അത് നമ്മുടെ ഞണ്ട് തന്നെയാണ് പ്രശ്നം. നമ്മൾ ഞണ്ടിനെ കാണിക്കുന്നത് ക്യാൻസറിന് വേണ്ടി. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും നമുക്ക് അങ്ങനെ ഒരു മുഖമാണ് നമ്മുടെ എപ്പോഴും. അപ്പോൾ നമ്മൾ പഠിക്കുന്ന സമയത്താണ് ഇപ്പോൾ ഞങ്ങൾ ഇവരോട് ചോദിച്ചു നോക്കാം. ഇവർ പലരും പേര് വിശ്വസിക്കുന്നുണ്ടാവും, ക്യാൻസർ ചികിത്സ ഭേദമാകാത്ത വിശ്വസിക്കുന്നുണ്ടാവും. കാരണം നമ്മൾ പഠിപ്പിക്കുന്ന സമയത്തൊക്കെ നമ്മുടെ ക്യാൻസറിൻ്റെ പ്രയോറിറ്റി അവിടെയാണ്. അപ്പോൾ ആ ഒരു ക്യാൻസറെ രക്ഷപ്പെടും. അത് ഈവൻ നമുക്ക് പറയാം, നമ്മുടെ കഴിഞ്ഞ ആഴ്ച പോലും ഒരു രോഗി വന്നു. ഒരു അമ്മയ്ക്ക് ബ്രസ്റ്റ് ക്യാൻസർ ആയിരുന്നു. പക്ഷേ ആ ഡോക്ടർ കൊണ്ടുപോകാനൊക്കെയായിരുന്നു ചികിത്സിക്കാതെ. അപ്പോൾ ഡോക്ടർമാരുടെ ഇടയിലും ധാരാളം തെറ്റിദ്ധാരണയുള്ള അസുഖം തന്നെയാണ്. ഡോക്ടർ ഇപ്പോൾ പലതരത്തിലുള്ള രോഗികളെ ചികിത്സിക്കുന്ന ഒരാളാണ്. ഗംഗാധരൻ ഡോക്ടർ, എനിക്ക് എത്ര രോഗികളെ താങ്കൾ ചികിത്സിച്ചിട്ടുണ്ടാവും? ഏറെക്കൂടെ താങ്കളുടെ ഒരു ദിവസം ഞാൻ ഇപ്പോൾ കാണുന്നത് ഏകദേശം ഒരു 150-200 പേരെ കാണും. 150-200 പേരെ. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഒരു 20,000, 30,000, 1 ലക്ഷം, 2 ലക്ഷം. 25 വർഷമായില്ലേ? 25 വർഷം, 365, 35,000. ഒരു വർഷം 35,000 രോഗികളെ കാണുന്നുണ്ട് താങ്കൾ, അല്ലേ? അപ്പോൾ 35,000 × 25. നമ്മൾ പലരും നമ്മളെ അങ്ങനെ നമ്പർ എടുക്കാൻ പാടില്ല. എന്നുവെച്ചാൽ പലരും 2ാമത്തെ വിസിറ്റ് വരുന്ന, 3rd വിസിറ്റ് വരുന്ന, ഫോളോ അപ്പ് ഒക്കെ ഉണ്ടാവില്ല. പുതിയ പേഷ്യൻസ് അല്ല. എങ്ങനെ പോയാലും ഒരു 10-15 ലക്ഷം പേഷ്യൻസിനെങ്കിലും താങ്കൾ കണ്ടിട്ടുണ്ടാവും. ആ 15 ലക്ഷം പേഷ്യൻസിൽ നിരവധി ആൾക്കാരുടെ മുഖം താങ്കളുടെ മനസ്സിൽ പതിഞ്ഞടപ്പുണ്ടാവും. അതിൽ പല ആൾക്കാരും ഈ ലോകത്ത് നിന്ന് വിട്ടുപോയെങ്കിൽ പോലും ആ മുഖങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് താങ്കളെ. പക്ഷേ ആ മുഖങ്ങളുടെയൊക്കെ മറുവശം ഒരു വശം കൊണ്ട്, മറുവശം നല്ലൊരു വശമുണ്ട്. എന്താണെന്നറിയോ? അതൊക്കെ അത് ഇവർക്ക് വേണ്ടി പറയാം. ഞാൻ പറയാറുണ്ട്, അതായത് ഒരു രോഗി രക്ഷപ്പെട്ടിട്ട് ആ രോഗിയുടെ ബന്ധുക്കൾ നമ്മളെ സ്നേഹിക്കുന്നതിനേക്കാളും കൂടുതൽ രോഗി മരിച്ചാലും ആ രോഗിയുടെ ബന്ധുക്കൾ നമ്മളെ സ്നേഹിക്കുകയാണെങ്കിൽ അതിന് നമുക്ക് നമ്മുടെ വെയിറ്റ് വേറെ. അതിൻ്റെ അർത്ഥം ആ രോഗിക്ക് നമ്മൾ ചെയ്യാൻ പറ്റുന്ന എല്ലാം ചെയ്തു കൊടുത്തു, എന്നിട്ടും ആ രോഗി രക്ഷപ്പെട്ടില്ല എന്നത് അംഗീകരിക്കുന്ന ബന്ധുക്കളാണ്. ഇപ്പോഴും ഒരു 18-20 വർഷം മുമ്പ് മരിച്ച ഒരു രോഗിയുടെ അച്ഛൻ ആ ദിവസം വരുമ്പോൾ എന്നെ ഫോൺ ചെയ്യും. ഡോക്ടർ ഈ ദിവസം ഓർക്കുന്നുണ്ടായിരിക്കുമല്ലേ, എൻ്റെ മകൻ മരിച്ച ദിവസമാണ്. അത് സ്ഥലമൊക്കെ ഞാൻ പറയാം, സ്ഥലം ഞാൻ ഐഡൻറ്റിറ്റിക്ക് വേണ്ടി പറഞ്ഞില്ലെന്ന് മാത്രമേ ഉള്ളൂ. ഇന്നിപ്പോൾ ഞാൻ രാവിലെ ഭാഗവത പാരായണം വെച്ചിട്ടുണ്ട്. അതുപോലെ ഞാൻ ഉച്ച കഴിഞ്ഞ് ഒരു സ്ഥലത്ത് ചോറ് അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നു. ഡോക്ടറെ ഓർക്കണം. അന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഞാൻ ഈ 15-20 വർഷം മുമ്പ് ഞാൻ ചികിത്സിച്ച രോഗിയുടെ ബന്ധുക്കൾ ഇപ്പോഴും എൻ്റെ ആ കുടുംബത്തിൻ്റെ ഒരു ഭാഗമായിട്ട് കണക്കാക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അതാണ് ഒരു ഡോക്ടർക്ക് വേണ്ടത്. 7 കൊല്ലത്തിലധികമായിട്ട് ഗംഗാധരൻ സാറുമായിട്ട് ഒരു പരിചയവും ബന്ധവും ഒക്കെ ആയിട്ട് മിക്കവാറും സാറിൻ്റെ കൂടെ പ്രോഗ്രാമുകളിലും അല്ലെങ്കിൽ അവയർനെസ് ക്യാമ്പുകളിലും ഒക്കെ സാറിൻ്റെ കൂടെ ഞാൻ കൂടെ പോകാറുണ്ട്. കൂടെയുള്ള കൊളീഗ്സ് ആണെങ്കിൽ അല്ലെങ്കിൽ നേഴ്സുമാരാണെങ്കിലൊക്കെ എന്തെങ്കിലും ചെറിയ ചെറിയ തെറ്റുകൾ ചെയ്താലോ അല്ലെങ്കിൽ ഈ സ്ഥിരമായിട്ട് ഒരേ കാര്യങ്ങൾ തന്നെ ഈ രോഗികൾ ആവശ്യപ്പെടുമ്പോഴും ഒക്കെ സാറിങ്ങനെ എപ്പോഴും ആ ചിരിച്ചുകൊണ്ട് തന്നെ ഇങ്ങനെ ഇരിക്കുകയാണ്. സാറിന് ഈ ദേഷ്യം എന്ന് പറഞ്ഞ സാധനം ഉണ്ടാവാറില്ലേ? ഞാനിതുവരെ കണ്ടിട്ടില്ലാത്തതുകൊണ്ടാണ്. ഇനി അഥവാ ഉണ്ടാകുകയാണെങ്കിൽ ഇതൊക്കെ ഏതെങ്കിലും ഒരു പൈൽ ചെയ്യാനായിട്ടൊരു സ്ഥലം വേണമല്ലോ, ഈ മാലിന്യമൊക്കെ കൊണ്ടിടാനായിട്ടെന്ന് പറഞ്ഞ പോലെ തന്നെ സാറിന് ദേഷ്യമൊക്കെ എവിടെ കൊണ്ടാണ് തീർക്കുന്നതെന്ന് അറിഞ്ഞാൽ കൊള്ളാം. ഞാൻ രോഗികളോട് ദേഷ്യപ്പെടുന്ന ഒറ്റ സമയത്ത് മാത്രമേ ഉള്ളൂ. പറഞ്ഞ സമയത്ത് അവർ വന്നില്ല എങ്കിൽ അത് ഞാൻ പറയാം, 1-2 ആഴ്ചയൊക്കെ ഞാൻ അലവൻസ് കൊടുക്കാം. പക്ഷേ 2 വർഷം കഴിഞ്ഞ് വരുന്നവർ, അപ്പം ഞാനെന്താ പറയുന്നറിയോ? ഞാൻ നേരത്തെ പറഞ്ഞില്ല, എൻ്റെ തോളത്തിരുത്തി ഞാൻ ആളെ കൊണ്ടുവന്ന് പറയുമ്പോൾ ആ സമയത്ത് പാലം കുലിക്കുന്നവരാണ് അവർ.
അപ്പോൾ സിദ്ധാർത്ഥ തന്നെ പറയാറുണ്ട് അതായത് ക്യാൻസർ കാണുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാനും സിദ്ധാർത്ഥുമൊക്കെ ക്യാൻസറിനെതിരെ ഫൈറ്റ് ചെയ്യാണ്. സിദ്ധാർത്ഥ രോഗിയായിട്ട് വരുമ്പോഴും ഞാനും സിദ്ധാർത്ഥമൊക്കെ അതിനെതിരെ ഫൈറ്റ് ചെയ്യാണ്. ക്യാൻസർ ഒരു വശത്തും ഞങ്ങളെല്ലാവരും മറുവശത്ത് നിന്ന് ഫൈറ്റ് ചെയ്യാണ് ക്യാൻസറിനെതിരെ. അപ്പോഴേ ഈ രോഗി അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ എൻ്റെ ശത്രുവായി, ശത്രുസേനയിൽ ചേരുകയാണ്. ശത്രുസാധനം ചേരുക. ഞാൻ പറഞ്ഞു അവിടെ ഞാൻ വഴക്കുണ്ടാക്കും. ഞാൻ പലരും ഞാൻ കുറേ സമയം 1 മണിക്കൂർ പുറത്ത് നിർത്തും. പുറത്ത് എൻ്റെ മനസ്സിൽ ഒരു ദേഷ്യം ഉണ്ടായിട്ടല്ല. താങ്കൾക്ക് വഴക്കുണ്ടാക്കുമ്പോൾ താങ്കൾ പരുഷമായിട്ട് സംസാരിക്കുകയാണോ അതോ എന്താണ്, അത് തന്നെ അതെയോ മിണ്ടാണ്ടിരിക്കുകയാണോ? സംസാരിക്കാറുണ്ട്, വഴക്ക് പറയാറുണ്ട്. അവരെ കുറച്ച് നേരം 1 മണിക്കൂർ വെയിറ്റ് ചെയ്യുന്ന, പക്ഷേ 1 മണിക്കൂറിനെ വെയിറ്റ് ചെയ്യിക്കില്ല. വെയിറ്റ് നിർത്തണം എന്ന് പറഞ്ഞാൽ തന്നെ അവർക്ക് മനസ്സിലാവും പ്രശ്നമാണ്. അപ്പോൾ അതിൻ്റെ കുറച്ച് കഴിയുമ്പോൾ ഞാൻ രണ്ടാമത് വിളിക്കും. ഇതൊക്കെ ചെയ്യാറുള്ളത് ഒറ്റ കാര്യം, എനിക്ക് അങ്ങോട്ട് രോഗികളോടൊക്കെ കൺവേ ചെയ്യാനുള്ളതാണ്. എൻ്റെ മനസ്സിൽ ദേഷ്യം ഉണ്ടായിട്ടല്ല, പക്ഷേ അവർ മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ്. സ്ഥായിയായ ഒരു ദേഷ്യമില്ല, അവർ നൈമിഷികമായ ഒരു ദേഷ്യം. കാരണം വെച്ചാൽ അവർ ദേ ആർ ലൂസിങ്. അതായത് അവരെങ്ങനെയെങ്കിലും പൊക്കിയെടുത്തുകൊണ്ട് വരാൻ ശ്രമിക്കുന്ന സമയത്ത് അവർ ആ ചാൻസ് കളയുകയായിരുന്നു. താങ്കളെ കൈവിടുകയാണ് അവർ. കൈവിടുകയായിരുന്നു. യഥാർത്ഥത്തിൽ അവരെ കൈവിടുകയല്ല, താങ്കളെ കൈവിടുകയാണ്. എന്നെ തള്ളിവിട്ടിട്ട് അവർ മറുവശത്ത് ചേരുകയാണ്. അത് നമുക്ക് സങ്കടം തോന്നാണ്. അത് എങ്കിലും സിദ്ധാർത്ഥ് പറഞ്ഞതുപോലെ രോഗി വൈകി വരുന്നില്ല. അതല്ലാതെ തന്നെ സാധാരണ രീതിയിൽ ഒരു തൊഴിലിൻ്റെ സമ്മർദ്ദങ്ങൾ ഏറുമ്പോൾ രോഷമൊക്കെ അങ്ങനെ പ്രശ്നങ്ങൾ തോന്നാറില്ല. ഗംഗാധരൻ ഡോക്ടർ ലോ BP ആണോ? BP സാധാരണ BP തന്നെ. പക്ഷെ അങ്ങനെ എനിക്ക് ഒരു പ്രഷർ വർക്കിംഗ് പ്രഷർ ഒന്നും വന്നിട്ട് ഒരിക്കലും ഉണ്ടായിട്ടില്ല. ഞാൻ അത് കാരണം പറയാൻ കാരണം ഞാൻ ആ OPD ഇരിക്കുകയാണെന്ന് ഞാൻ പറയാനില്ല. എനിക്ക് OPD ഇരിക്കുന്ന ഞങ്ങൾ തമാശ. താങ്കൾക്ക് ഈ പറഞ്ഞ പ്രഷർ എന്ന് പറയുന്ന ഒരു പ്രഷറാണ് അല്ലേ? ഒരുപക്ഷെ പ്രഷറാകുന്നതുകൊണ്ടായിരിക്കാം താങ്കൾക്ക് സിദ്ധാർത്ഥ പറഞ്ഞ പോലെ ദേഷ്യം വരാതിരിക്കുന്നത്. അത് കാരണം ഇവരൊക്കെ വന്നിരുന്ന് സംസാരിക്കുകയാണ്. ഇപ്പോൾ സിദ്ധാർത്ഥ എല്ലാവരും വന്ന് സംസാരിക്കുമ്പോഴത്തേക്കും ഞങ്ങളുടെ ഇവിടെ നിൽക്കുന്ന സ്റ്റാഫൊക്കെ തന്നെയാണ് ഞങ്ങൾ പറയും ഞങ്ങൾ എൻജോയ്. പലരും വന്ന് നമ്മളോട് സംസാരിക്കുമ്പോൾ അവരവരെ തമാശയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇരിക്കുമ്പോഴത്തേക്കും വി ഡോണ്ട് ഫീൽ ദാറ്റ് പ്രഷർ എന്ന് പറയപ്പോഴും. വേറൊരു പ്രധാനപ്പെട്ട ഒരു ചോദ്യം ഒരുപക്ഷെ സാധാരണ പ്രേക്ഷകരുടെ മനസ്സിലേക്ക് വരാൻ സാധ്യതയുള്ളത്, താങ്കൾ വ്യത്യസ്ത പ്രായക്കാരായിട്ടുള്ള രോഗികളുമായിട്ട് ഇൻട്രാക്ട് ചെയ്യും. ഇപ്പം ഇന്നസെൻ്റ് ചോദിച്ചൊരു ചോദ്യത്തിൻ്റെ ഒരു അനുബന്ധമാണ്. സ്വന്തക്കാർ, വീട്ടുകാർ, സുഹൃത്തുക്കൾ, പിന്നെ മറ്റു പേര്, കുഞ്ഞുങ്ങൾ. ഒരുപക്ഷെ ഒരു കുഞ്ഞു രോഗിയാകുമ്പോൾ ഉണ്ടാകുന്ന ഒരു വല്ലാത്തൊരവസ്ഥ എങ്ങനെയാണ് ഡോക്ടർ ഗംഗാധരൻ അതിനെ സമീപിക്കുന്നത്? കുഞ്ഞുങ്ങളുടെ കാര്യം വ്യത്യാസമുണ്ട്, ഭയങ്കര വ്യത്യാസമുണ്ട്. വ്യത്യാസം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഗ്രൂപ്പിൽ പെടുത്താൻ സാധിക്കില്ല. അവർക്ക് എന്താ അസുഖമെന്ന് അറിയില്ല. അസുഖത്തിൻ്റെ പാർശ്വഫലങ്ങളോ വേദനയോ ഒന്നും അവരെ അലട്ടുന്നില്ല എങ്കിൽ അപ്പോൾ തന്നെ അവർ കളിക്കാനിറങ്ങും. വേറെ ഒന്നിനും അവർ സമയമില്ല, അവർ കളിക്കാനിറങ്ങും. അതുപോലെ അവരുടെ ആവശ്യങ്ങൾ എങ്ങനെയാണ്? ആവശ്യം എന്ന് പറഞ്ഞാൽ ചെറിയൊരു ആവശ്യമാണ്. കീമോ എടുക്കുന്ന സമയത്ത് പറയാം എനിക്കിന്ന് കീമോ എടുക്കേണ്ട, എനിക്കിന്ന് ഒരാൾ പറഞ്ഞ് എനിക്ക് പയറുതോരൻ വേണം. പയറുതോരൻ അതാണ് ഡിമാൻഡ്. പയറുതോരൻ കിട്ടുകയാണെങ്കിൽ ഞാൻ കീമോതെറാപ്പി എടുക്കാം, അല്ലെങ്കിൽ അപ്പോൾ അങ്ങനത്തെ ആവശ്യങ്ങളാണ്, മറ്റേതുപോലെയല്ല. അപ്പോൾ ഇതൊക്കെ നമ്മൾ കണ്ടുപിടിക്കാൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരെ നമ്മൾ സമീപിക്കാൻ അവരെ ഏറ്റവും വലിയ ആവശ്യം അവരെ നമ്മുടെ ക്ലോസ്നെസ് ആക്കി കഴിഞ്ഞാൽ, നമ്മുടെ ക്ലോസ് ആക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞത് അവരെ നമ്മുടെ ഇത് കൊണ്ടുവന്നാൽ പിന്നെ നമ്മുടെ കൂടെയാണ്. അവർക്ക് തെല്ലും ഭയമൊന്നുമില്ല. അതിന് ഞാൻ മാത്രമല്ല, ഞങ്ങൾ ടീമിൻ്റെ കാര്യം ഞാൻ പറയാം. ഇപ്പോൾ ഞങ്ങൾ ലേക്ക് ഷോർ ആശുപത്രിയിൽ വരികയാണെങ്കിൽ ആ ഒരു വലിയ വാർഡിൽ കുട്ടികൾ ട്രീറ്റ്മെൻറ്റിലുണ്ടെങ്കിൽ ആ കുട്ടികളാരും റൂമിൽ കാണില്ല. ആ കുട്ടികളൊക്കെ നഴ്സിംഗ് പോയിന്റിലായിരിക്കും. നഴ്സിരുന്ന് ഇരിക്കുന്നിടത്ത് ആ മേശപ്പുറത്ത് 2 പേര് കാണും, കസേര 2 പേര്, അവരെല്ലാം നഴ്സസിന് പറ്റും. ഞാനായിട്ടുള്ള ബന്ധം മാത്രമല്ല. അപ്പോൾ അങ്ങനത്തെ ഒരു അറ്റ്മോസ്ഫിയറാണ് അവർക്ക് വേണ്ടത്. അവർക്കല്ലാതെ ഈ മുറിക്കാൻ ഈ ഒരു സാഹചര്യമാണ് RCCയിൽ സൃഷ്ടിക്കാൻ ശ്രമിച്ചത്. തീർച്ചയായും അത് കുറച്ച് എതിർപ്പുകളൊക്കെ ഉണ്ടായിരുന്നു. അതെന്നുവെച്ചാൽ ആ കൺസെപ്റ്റ് നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കണം. അത് രോഗികളെ ലാഘവത്തോടെ കൈകാര്യം ചെയ്യണം. അവരുടെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് നമുക്ക് മാറാൻ സാധിച്ചുകൊണ്ട് നമുക്ക് മാറ്റാൻ സാധിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞുതരാം, ഞങ്ങളുടെ ഒരു ലുക്കീമിയ കുട്ടി കഴിഞ്ഞ ദിവസം ട്രീറ്റ്മെൻ്റ് ആണ്. അപ്പോൾ അന്ന് നമ്മുടെ കളി നടക്കുന്ന ദിവസമാണ്. അപ്പോൾ ഞാൻ വെറുതെ തമാശയ്ക്ക് ചോദിച്ചു, അപ്പോൾ കളി നമ്മളെ തോൽപ്പിച്ചതിന് കാരണം ആരാണെന്ന് അറിയാമല്ലോ. അപ്പോഴത്തേക്കും ഞാൻ ചാടി വീണു. അങ്ങനെ തോൽപ്പിച്ചൊന്നുമില്ല, അത് നമ്മുടെ പ്രശ്നം കൊണ്ട് തന്നെ പറ്റും. അപ്പം ഞാൻ പറഞ്ഞു അപ്പോഴത്തേക്കും അവന് മനസ്സിലായി അത് ഞാൻ പോകുന്ന മേഖല, അപ്പോൾ അവന് ഇഷ്ടപ്പെട്ടു. പിന്നെ നമ്മുടെ സംസാരമൊക്കെ അങ്ങനെ പോകും, അതിലേക്ക് പോകും.
ഓരോരുത്തരുടെ അഭിരുചി അനുസരിച്ച് താങ്കൾക്ക് സിനിമയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇന്ന ആളെ മോശമല്ല പിന്നെ സിനിമയിലെ എല്ലാ സിനിമയും താങ്കൾ കാണുന്നതുകൊണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും നമ്മൾ അവർക്ക് ഇൻട്രസ്റ്റ് ഉള്ള മേഖല അവർക്ക് ഇപ്പോൾ അല്ലാതെ അവരുടെ അടുത്ത് പോയി ഞാൻ എങ്കിൽ പോലും ഒരു മടുപ്പിൻ്റെ ഒരു അംശം വേണമെങ്കിൽ അത് ചോദിക്കാൻ ഒരാൾ വരുന്നുണ്ട്. എവിടെ ഒരു പ്രോഗ്രാം ഉണ്ടെങ്കിൽ അവിടെ സാർ അത് അറ്റൻഡ് ചെയ്തിരിക്കും. അപ്പോൾ ഓരോ പേഷ്യൻസിൻ്റെ ചോറൂണ്, അതുപോലെ അവരുടെ കല്യാണം, അതുപോലെ എൻ്റെ പാർലർ അടക്കം ഞാൻ ഇനാഗ്രേറ്റ് ചെയ്യിപ്പിച്ച് സാറിനെ കൊണ്ടാണ്. അപ്പോൾ ദിവസം ഇതുപോലെ ഒരേ കാര്യങ്ങൾ തന്നെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സാറിന് ഇതിലൊരു മടുപ്പ് വന്നാറില്ലേ? മടുപ്പ് തോന്നുന്നില്ല. കാരണം ഇപ്പോൾ എൻ്റെ മക്കളുടെ 4 മക്കളുടെ കല്യാണം, 4 മക്കളുടെ ഒരാളുടെ കല്യാണത്തിന് ഞാൻ മറ്റു 3 കല്യാണത്തിന് പോയിരിക്കില്ല. എനിക്ക് 4 കല്യാണത്തിന് അപ്പോൾ നാച്ചുറലി അതുപോലെ മക്കളെ കണ്ടുകൊണ്ടിരിക്കുന്നത് വിചാരിച്ച് മക്കളോട് മടുപ്പ് തോന്നില്ല. അതുകൊണ്ടാണ് താങ്കൾക്ക് തീർച്ചയായിട്ടും ഇവരെല്ലാം നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗം തന്നെയാണ്. അപ്പോൾ ഇവരെ മാറ്റി വെച്ച ജീവിതം നമുക്കില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് സാധിക്കാൻ പറ്റുന്നിടത്തോളം നമ്മൾ അത് മാത്രമല്ല, എനിക്കറിയാം, ഞാൻ ആ ഒരു ഫംഗ്ഷന് പോകുന്നത് കൊണ്ട് അവർക്ക് കിട്ടുന്ന സാറ്റിസ്ഫാക്ഷനെ കുറിച്ച് എനിക്ക് വ്യക്തമായിട്ട് അറിയാം. അപ്പം നമ്മുടെ ഒരു അത് മാത്രമല്ല നമ്മുടെ സന്തോഷമുണ്ട്. പലപ്പോഴും ഈ പറഞ്ഞ പോലെ കല്യാണമൊക്കെയാണെങ്കിൽ കല്യാണം പലപ്പോഴും അവർ ഉറപ്പിച്ചിരിക്കുന്ന എൻ്റെ അനുഭവത്തോടു കൂടിയായിരിക്കും. ആ ചെറുക്കൻ്റെ ആൾക്കാരോ അല്ലെങ്കിൽ പെണ്ണിൻ്റെ ആൾക്കാരോ എന്നോട് സംസാരിച്ചിട്ടായിരിക്കും. അപ്പോൾ അവിടെയൊക്കെ നമുക്ക് അവർ ഓട്ടോമാറ്റിക്കായി അവർ പറയുന്നു സാറ് വരണം. ഡോക്ടർ, ഇപ്പോൾ ഇവിടെ ഈ ഒരു രോഗത്തിൻ്റെ പ്രത്യേകത മരണം സംഭവിക്കാം. താങ്കൾ പറഞ്ഞ പോലെ ഒരു 30% മരണത്തിനുള്ള സാധ്യതയുണ്ട്. അതിൻ്റെ ശതമാനം കുറഞ്ഞ് വരികയാണ്. ജാഗ്രത ഉണ്ടെങ്കിൽ വേണമെങ്കിൽ വളരെ അധികം വേണമെങ്കിൽ ചെയ്യാം. പക്ഷേ ഒരു മരണം സംഭവിക്കുമ്പോൾ ആ വ്യക്തിയുടെ മരണം മാത്രമല്ല ചിലപ്പോൾ സംഭവിക്കുക. പ്രത്യേകിച്ച് ഇതുപോലുള്ളൊരു രോഗം ബാധിച്ച് ദീർഘകാലത്തെ ചികിത്സയ്ക്ക് വിധേയരാകുന്ന ഒരു രോഗി, ആ രോഗി മരിക്കുന്നതോടൊപ്പം തന്നെ വേണമെങ്കിൽ ആ കുടുംബവും മരിക്കാം. കുടുംബം മാനസികമായിട്ട് മരിക്കാം, സാമ്പത്തികമായിട്ടും മാനസികമായിട്ടും അതെ, അവരുടെ മുമ്പോട്ടുള്ള വഴി അടഞ്ഞു പോകാം.